അഭയം അഭയം ഓ അഭയം ഇരുൾ പാതയിൽ ഞാൻ നടന്ന വെളിച്ചമായി അവൻ വരിക്കും. കൂട്ടിനു വരും കോലും വഴിയും കൂട്ടിനു വരും കോലും വഴിയും പ്രവാചകം ഇവന മൗഡി ബരാബരം പ്രവശ്മേ റാൽതൽകോ മഹസി ജനത ജീവകർമ്മോ നമസ്തു. ഞാനൊരൊറ്റ വാക്യം പറഞ്ഞ് ഒരു 2 മിനിറ്റ് പ്രാർത്ഥിച്ച് വചനത്തിലേക്ക് കടന്നു വരാം. യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം 58-ാം വാക്യം ഞാൻ വിശദമായി ഇന്ന് പ്രഭാതത്തിൽ അത് ഓർപ്പിച്ചിരുന്നതാണ്. യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം 58-ാം വാക്യം. സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നപ്പോ ഇതാ പിതാക്കന്മാർ തിന്നുകയും മരിക്കുകയും ചെയ്തതുപോലെ അല്ല അല്ല. ഇനി 31-ാം വാക്യം ഒന്ന് വായിച്ചേ. അവർക്ക് തിന്നുവാൻ സ്വർഗത്തിൽ നിന്ന് അപ്പം കൊടുത്തിരിക്കുന്നുവെന്ന്, സ്വർഗത്തിൽ നിന്ന് പിതാക്കന്മാർക്ക് അപ്പം കിട്ടിയെന്ന് പലരും എഴുതി വെച്ചു. പക്ഷെ കർത്താവ് വന്നിട്ട് പറഞ്ഞു, സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന അപ്പം അതൊന്നും അല്ല. അവരൊന്നും കഴിച്ചിട്ടില്ലാത്തത്, അവരൊന്നും അനുഭവിച്ചിട്ടില്ലാത്തത്, നിന്റെ പാരമ്പര്യത്തിൽ ആരും അനുഭവിച്ചിട്ടും നിന്റെ കാലഘട്ടത്തിലോ നിന്റെ തലമുറയിലോ ആരും കേട്ടിട്ടില്ലാത്തതൊന്ന് ഞാൻ നിനക്ക് വേണ്ടി ചെയ്തു. ഇതുവരെ വെളിപ്പെട്ടിട്ടില്ലാത്തത്, ഇതുവരെ കണ്ടിട്ടില്ലാത്തത്.
ഇന്ന് രാത്രി ഞാൻ ആവർത്തിച്ചു പറയട്ടെ, അല്ലെ, പിതാക്കന്മാരോടുള്ള ഫേവറിനെക്കാട്ടിൽ നിങ്ങളോടുള്ള പേഴ്സണൽ ഫേവറിൽ നിങ്ങളെ ദൈവം തൊടുന്ന നാളുകൾ വിശ്വസിക്കുന്നത്. യോസേഫ് തന്റെ സഹോദരന്മാരെ മിസ്രൈമിൽ കൊണ്ടുവന്നു, സ്ഥലം മാറ്റി, പക്ഷെ അവരുടെ തൊഴിൽ മാറ്റിയില്ല. അതെ, അവരുടെ അടുക്കൽ പറഞ്ഞു, നിങ്ങൾ മിസ്രൈമിലെ ഫറവോനെ കാണുമ്പോൾ ഞങ്ങൾക്ക് എന്തെങ്കിലും അറിയാമെന്നൊന്ന് നിങ്ങൾ പറയണം. ഞങ്ങളുടെ പിതാക്കന്മാരും എല്ലാം ഗോപാലകന്മാരാ, ഞങ്ങൾ ഗോശേനിൽ തന്നെ താമസിച്ചോളാം, ഞങ്ങളുടെ തൊഴിൽ മാറ്റണ്ട. അതെ, യോസേഫ് തന്റെ സഹോദരന്മാരുടെ തൊഴിൽ മാറ്റിയില്ല. പക്ഷേ ശമൂവേൽ തൈലക്കൊമ്പ് നിറഞ്ഞു നിൽക്കുന്ന തൈലക്കൊമ്പുമായി ഇശായിയുടെ കുടുംബത്തിലേക്ക് കയറി ചെല്ലുമ്പോൾ ഇശായിയുടെ തൊഴിൽ മാറി. അന്നുവരെ ഇടയ കുടുംബം എന്ന് വിളിക്കപ്പെട്ടിരുന്ന ഇശായിയുടെ കുടുംബം അന്ന് തുടങ്ങി രാജകുടുംബം എന്ന് വിളിക്കപ്പെട്ടു. ഇന്ന് രാത്രി വിശ്വസിക്ക്, ദൈവം എന്നിൽ കൂടെ എന്റെ ഫാമിലിയുടെ ലെഗസി, എന്നിൽ കൂടെ ഈ സ്പിരിച്വൽ വ്രതത്തിന്റെ ആ ലെഗസിയെ ദൈവം മാറ്റിയെടുക്കും. എന്നിൽ കൂടെ ദൈവം ഈ കാലഘട്ടത്തിൽ ചിലത് ആരംഭിക്കും. ഒരു മിനിറ്റ് വിശ്വസിച്ച് കാര്യമായി അന്യഭാഷകളിൽ സ്തോത്രം ചെയ്യട്ടെ. രാത്രിയിലെ നമ്മുടെ ധ്യാനത്തിനായി കഴിഞ്ഞ രാത്രി ധ്യാനിച്ച അതേ വേദഭാഗത്തിലേക്ക് ഞാൻ നിങ്ങളെ കൊണ്ടുവരുന്നു. ലൂക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായം 17-ാം വാക്യം. ലൂക്കോസ് 1:17. ഒരുക്കമുള്ളൊരു ജനത്തെ, ഒരുക്കമുള്ളൊരു ജനത്തെ, a people prepared for the Lord. ദൈവത്തിന് വേണ്ടി ഒരുക്കപ്പെട്ട ജനം. ഇന്നലെ നമ്മൾ ധ്യാനിച്ച വിഷയം, ഇന്നലെ രാത്രി ഇല്ലാത്തവരൊത്തിരി കണ്ടിന്യൂറ്റിക്ക് വേണ്ടി ഇന്നലെ രാത്രി ഇന്നലെ രാത്രി അതിന്റെ ഫസ്റ്റ് പാർട്ട് എടുത്തത് ഇങ്ങനെയായിരുന്നു: prepare for an encounter with God. ദൈവവുമായി ഒരു അഭിമുഖത്തിന് വേണ്ടി ഒരുങ്ങുക. ദൈവം മനുഷ്യന് നൽകുന്ന അഭിമുഖങ്ങൾ 2 തരത്തിലാണ് നമ്മൾ ഇന്നലെ രാത്രി കണ്ടത്. അതിനെ പൂർണ്ണമായി വിശദീകരിക്കുന്നില്ല. ഒന്ന്, ഇറ്റ് മേ ബി ആക്സിഡന്റൽ ഫോർ മാൻ ബട്ട് പ്രിപ്പേർഡ് ബൈ ഗോഡ്. മനുഷ്യൻ അവിചാരിതമെന്ന് തോന്നും, പക്ഷെ ദൈവം അത് പ്രിപ്പയർ ചെയ്യുന്നതായ എൻകൗണ്ടർ. 2 ഭാഗങ്ങളെ ഞാൻ നിങ്ങളെ തോർപ്പിച്ചിരുന്നു. മോശെ മരുഭൂമിക്കപ്പുറം ഹോരേബ് എന്ന മുൾപ്പടർപ്പ് നിറഞ്ഞ പർവ്വതത്തിന്റെ അടിവാരത്തിലെത്തുമ്പോൾ മോശ ഒന്നും പ്രതീക്ഷിച്ചിരുന്നില്ല. എന്നാൽ മോശ കയറി വരുവാൻ നാവ് കൊണ്ട് ഞാൻ അവിടെ വരെ ചെല്ലാമെന്ന് പറയുന്നിടം വരെയും ഒരു ദൂതനെ അവിടെ നിർത്തി, ഒരു മുൾപ്പടർപ്പ് വെന്തുപോകാതെ കത്തിച്ചുകൊണ്ട് നിർത്തി. മോശയുമായിട്ടൊരു എൻകൗണ്ടറിന് വേണ്ടിയുള്ള പ്ലോട്ട് ആരാണ് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരുന്നത്? ദൈവമായിരുന്നു പ്രിപ്പയർ ചെയ്തുകൊണ്ടിരുന്നത്. എന്നാൽ ഈ പർവ്വതനിരകളുടെ ഇങ്ങേയറ്റമായ ഹോരേബിൽ ഗോഡ് പ്രിപ്പയർഡ് എൻകൗണ്ടർ സംഭവിച്ചുവെങ്കിൽ, ഈ പർവ്വതനിരകളുടെ അങ്ങേയറ്റമായ സീനായിൽ വരുമ്പോൾ ദൈവം മോശയുടെയും ഇസ്രായേലിന്റെ അടുക്കൽ പറഞ്ഞു, നിങ്ങൾ 3 ദിവസം ഒരുങ്ങിയിരിക്കാമെങ്കിൽ ഞാൻ നിങ്ങളുടെ അടുക്കൽ വരാം. 3-ാം ദിവസം നേരം വെളുത്തപ്പോൾ പ്രതികൂലമായ സാഹചര്യങ്ങൾ, കാർമേഘവും ഇടിമുഴക്കവും മിന്നലും കടന്നു വന്നു. എല്ലാവരും പറഞ്ഞിപ്പോൾ മഴ പെയ്യുമെന്ന്. പക്ഷേ മഴ പെയ്യുമെന്ന് സാഹചര്യം പറഞ്ഞിടത്ത് തീയായിട്ട് ദൈവം ഇറങ്ങി വന്ന് പിന്നെയും 34-ാം അധ്യായത്തിൽ മോശയുടെ അടുക്കൽ പറഞ്ഞു, prepare yourself in the early morning. അധികാലത്ത് നീ ഒരുങ്ങി 2 കൽപ്പലകകൾ ചെത്തി നീ മുകളിലേക്ക് കയറി വരിക. അവൻ ആരംഭത്തിലെ എൻകൗണ്ടറിൽ, സീനായിലെ ആദ്യത്തെ എൻകൗണ്ടറിൽ 2 കൽപ്പലകകളെ ചെത്തി ദൈവം മോശയ്ക്ക് കൊടുത്തു. പക്ഷെ അടുത്ത പ്രാവശ്യം മോശ കയറി പോകുമ്പോൾ മോശ തന്നെ 2 കൽപ്പലകകളെ ചെത്തിയെടുത്ത് ദൈവത്തിന്റെ സന്നിധിയിലേക്ക് കയറി പോകുന്നു. ആമേൻ. Prepared for an encounter with God. ഉൽപ്പത്തി പുസ്തകം 15-ാം അധ്യായത്തിൽ ഉറങ്ങിക്കിടന്ന അബ്രഹാമിനെ തോണ്ടി വിളിച്ചിട്ട് ദൈവം പറഞ്ഞു, അബ്രഹാം, ഞാൻ നിന്റെ പരിചയം അതിമഹത്തായ പ്രതിഫലവുമാകുന്നു. ആകാശത്തിലെ നക്ഷത്രങ്ങളെ പോലെ ഭൂമിയിലെ മണൽപ്പരപ്പിലെ പൊടി പോലെ ഞാൻ നിനക്ക് സന്തതിയെ നൽകും. എന്നാൽ അതിനപ്പുറമായി ദൈവം ഒരു എൻകൗണ്ടർ അബ്രഹാമിന് കൊടുക്കുന്നു. അതിന് അബ്രഹാമിന്റെ അടുക്കൽ പറഞ്ഞു,
നീ കാളക്കുട്ടിയെയും ആട്ടുകൊറ്റനെയും കുഞ്ഞാടിനെയും നീ പ്രിപ്പയർ ചെയ്യുന്നിടത്ത് ഞാൻ ഒരു എൻകൗണ്ടർ നൽകും. ഗോഡ് പ്രിപ്പയർഡ് എൻകൗണ്ടർ ഒരു മനുഷ്യന്റെ സ്ഥിതിയെ മാറ്റുമ്പോൾ, മാൻ പ്രിപ്പയർഡ് എൻകൗണ്ടർ ദൈവം അവനുമായിട്ടൊരു കവനന്റിലേക്ക് കയറുന്നു എന്നുള്ളതാണ് കഴിഞ്ഞ രാത്രി നാം ധ്യാനിച്ചു നിർത്തിയത്. സോ പ്രിപ്പയർ ഫോർ ആൻ എൻകൗണ്ടർ വിത്ത് ഗോഡ്. ദൈവവുമായിട്ട് ഒരു എൻകൗണ്ടറിന് വേണ്ടി ഒരുങ്ങുക എന്നുള്ളതായിരുന്നു ഇന്നലെ രാത്രി നാം ധ്യാനിച്ചത്. ഈ ദിനങ്ങളിൽ എന്റെ സഹോദരങ്ങളെ ഞാൻ ഒരിക്കൽ കൂടെ പറയട്ടെ, 2025 കാണുന്നതിന് മുമ്പേ എനിക്ക് അപ്പന്റെ മുഖം നിന്റെ കണ്ണ് രാജാവിനെ അവന്റെ സൗന്ദര്യത്തോടെ കാണും. രാജാവിനെ അവന്റെ സൗന്ദര്യത്തോടെ കാണും. നമുക്ക് ഈ ദിവസങ്ങളിൽ രാത്രിയുടെ യാമങ്ങളിൽ കാത്തിരിക്കാം, പ്രാർത്ഥിക്കാം. അപ്പാ, ഐ വാണ്ട് ടു സീ യു. എനിക്ക് അങ്ങനെ ഒന്ന് അഭിമുഖമായി കാണണം, എനിക്ക് അങ്ങനെ ഒന്ന് കാണണം, എനിക്ക് അങ്ങനെ ഒന്ന് തൊടണം എന്ന് പറയുകയാണ്. ആമേൻ. ഇന്ന് രാത്രികാലം എന്റെ സഹോദരങ്ങളെ, വിശ്വാസമോ അവിശ്വാസമോ നിങ്ങളെ ഭരിക്കട്ടെ, പക്ഷെ നിങ്ങൾ എൻകൗണ്ടറിന് വേണ്ടി കാത്തിരിക്കണം. സ്തോത്രം. വിശ്വസിക്കുന്നവർക്ക് വേണ്ടി മാത്രമല്ല എൻകൗണ്ടർ ദൈവം നൽകുന്നത്, അവിശ്വസിക്കുന്നവർക്ക് വേണ്ടിയും ദൈവം എൻകൗണ്ടർ നൽകുകയാണ്. പാഷനേറ്റ് ആയിട്ട് നിൽക്കുന്നവർക്ക് വേണ്ടി മാത്രമല്ല എൻകൗണ്ടർ നൽകുന്നത്, ബാക്ക് സ്ലൈഡിംഗിലേക്ക് പോകുന്നവർക്കും ദൈവം എൻകൗണ്ടർ നൽകുകയാണ്. ഞാൻ ഈ പറഞ്ഞ ഭാഗങ്ങളൊക്കെ നിങ്ങൾക്ക് പെട്ടെന്ന് ഉയർത്തെഴുന്നേൽക്കപ്പെട്ട ക്രിസ്തുവിന്റെ പ്രത്യക്ഷതകളിലേക്ക് നിങ്ങളെ കൊണ്ടുപോയിരിക്കാം. മറിയം ഒത്തിരി പാഷനേറ്റ് ആയിരുന്നു. 3 ദിവസം പഴകിയ ശവം എടുത്തുകൊണ്ട് പോകാൻ അവൾ ഒരുക്കമായിരുന്നു. അവൾക്ക് പ്രത്യക്ഷനായി. പക്ഷെ 2 ദിവസം എമ്മവസിലേക്ക് മടങ്ങിപ്പോകുന്ന ശിഷ്യന്മാർക്കും കർത്താവ് പ്രത്യക്ഷനായി. ഭയപ്പെട്ട് മുറിയടച്ച ഐക്യതയോടെ ഇരിക്കുന്ന ശിഷ്യന്മാരുടെ നടുവിൽ യേശു പ്രത്യക്ഷനായി. 8-ാം ദിവസം റിപ്പീറ്റഡ് എൻകൗണ്ടർ ദൈവം നൽകി. തൊട്ടിട്ടല്ലാതെ വിശ്വസിക്കത്തില്ലെന്ന് പറഞ്ഞ തോമസിന് വേണ്ടി ഒരു സെക്കൻഡ് എൻകൗണ്ടർ അവിടെ നൽകുകയാണ്. എല്ലാം വിട്ടുകളഞ്ഞ് വിളിയും നിയോഗവും തള്ളിക്കളഞ്ഞ് തിബരിയാസിന്റെ കടലുകളിൽ മത്സ്യം നേടി അലയുന്ന പത്രോസിനെ പേര് വിളിച്ചടുത്തു നിർത്തി നിയോഗമേൽപ്പിക്കാൻ തക്കവണ്ണം പിന്നെയും 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 എൻകൗണ്ടർ സംഭവിക്കുകയാണ്. എൻകൗണ്ടറിലുള്ള ദൈവിക ഉദ്ദേശങ്ങളുണ്ട്. അവയെല്ലാത്തിലേക്ക് ഞാൻ കടക്കുന്നില്ല. ഞാൻ ഈ പ്രിപ്പറേഷൻ എന്നുള്ള വിഷയത്തിലെ വേഗത്തിൽ ഒന്ന് പൂർത്തീകരിച്ചിട്ട് അടുത്ത സീരീസിലേക്ക് കയറുവാൻ കർത്താവിൽ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഇന്ന് രാത്രികാലം പ്രിപ്പറേഷന്റെ അടുത്ത മേഖലയിലേക്ക് ഞാൻ കയറുകയാണ്. ഞാൻ കഴിഞ്ഞ 2 രാത്രികളിൽ ഓർപ്പിച്ചത് ഒന്നുകൂടി ഓർപ്പിക്കട്ടെ. ഒരു ഇയർ എൻഡിങ്ങിലേക്ക് വരുമ്പോൾ ഒരു സയന്റിഫിക്കേഷൻ നമ്മളിൽ ഉണ്ടാകണം. ഇന്നലകളിലെ കുറവുകളെ നമ്മൾ കഴുകുക. 2, അടുത്ത വർഷത്തിൽ ഒരു വിശുദ്ധ ജീവിതത്തിന് വേണ്ടി നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിക്കുക. 2, ഇന്നലകളിൽ നമ്മളെ നടത്തിയ ദൈവത്തിന് നാളെയും നടത്തുവാൻ ശക്തനായ ദൈവത്തിന് നന്ദി പറയുന്ന ഒരു സമയം. 3-ാമത്തെ ഭാഗം, 2025 നിങ്ങൾക്കെതിരെ പിശാച് വെച്ചിരിക്കുന്ന കെണികളെയും കുടുക്കുകളെയും തന്ത്രങ്ങളെയും അബദ്ധമാക്കി അവന്റെ പദ്ധതികളെ പൊട്ടിച്ചെറിയുവാൻ തക്കവണ്ണം ഒരു തീഷ്ണതയോടുകൂടെ പിശാചിന്റെ തന്ത്രങ്ങളെ അബദ്ധമാക്കുന്ന ഒരു പ്രിപ്പറേഷൻ ഫാസ്റ്റിംഗ് ആയിരിക്കണം. ഇതൊരു സാങ്ക്ടിഫിക്കേഷൻ ഫാസ്റ്റിംഗ് ആയിരിക്കണം. ഇതൊരു താങ്ക്സ് ഗിവിംഗ് ഫാസ്റ്റിംഗ് ആയിരിക്കണം. ഇതൊരു പ്രിപ്പറേറ്റീവ് ഫാസ്റ്റിംഗ് ആയിരിക്കണം. ഈ 3 കാര്യങ്ങളും ഈ ഉപവാസ പ്രാർത്ഥനകളിൽ നിങ്ങൾ സാധിച്ചെടുക്കണം. ഈ ദിവസങ്ങളിൽ ഞാൻ ഇന്നലെ ഓർപ്പിച്ചതുപോലെ ഒന്നുകൂടെ ഓർപ്പിക്കട്ടെ. നിങ്ങൾക്ക് എല്ലാ പ്രാർത്ഥനകൾക്കും വരാൻ കഴിയത്തില്ലായിരിക്കാം. നിങ്ങൾക്ക് എല്ലാ ദിവസവും ഫാസ്റ്റ് ചെയ്യാൻ കഴിയത്തില്ലായിരിക്കാം. പക്ഷേ ഈ ദിവസങ്ങളിൽ രാത്രികളിൽ നിങ്ങളുടെ ഉറക്കത്തെ 1 മണിക്കൂറെങ്കിലും ഒന്ന് കട്ട് ചെയ്ത് ദൈവത്തിന്റെ സന്നിധാനത്തിൽ ഇരുന്ന് ഒരു എൻകൗണ്ടർ വാങ്ങുമെങ്കിൽ ദൈവവും നിങ്ങളും തമ്മിൽ ചില കവനന്റുകൾ സൃഷ്ടിക്കപ്പെടും. കഴിഞ്ഞ രാത്രി നാം 2-4 വാക്യങ്ങളിൽ നാം കണ്ടു. I shall make a covenant with you. I shall make a covenant with you. Encounter leads to a covenant. ദൈവവുമായിട്ടുള്ള അഭിമുഖങ്ങൾ നമ്മളെ ഒരു ദൈവവുമായിട്ടുള്ള ഉടമ്പടിയിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്നു. അബ്രഹാമിന്റെ അവിശ്വാസത്തിന്റെ നടുവിൽ അബ്രഹാമിനെ ദൈവം തള്ളിക്കളയുകയല്ല. അവിശ്വസിച്ച് ആശങ്കപ്പെട്ട അബ്രഹാമിനെ വിളിച്ചിരുത്തി ദൈവം അവനുമായി ഒരു ഉടമ്പടി ചെയ്തു കൊടുത്തു. ഞാൻ അടുത്ത ഭാഗത്തിലേക്ക് കയറാം. ഇന്ന് രാത്രിയിലെ വിഷയത്തിലേക്ക് കടന്നു വരാം. ലേവ്യ പുസ്തകം 24-ാം അധ്യായം അതിന്റെ 3-ാം വാക്യത്തിലേക്ക് കടന്നു വരാം. ലേവ്യ പുസ്തകം 24-ാം അധ്യായം അതിന്റെ 3-ാം വാക്യം. സാക്ഷ്യത്തിന്റെ തിരശ്ശീലയ്ക്ക് പുറത്ത് വൈകുന്നേരം മുതൽ രാവിലെ വരെ കത്തേണ്ടതിന് യഹോവയുടെ സന്നിധിയിൽ നിത്യം ഒരുക്കി വെക്കണം. ആമേൻ. ആ ഭാഗം മാത്രം ഒന്നും കൂടെ ഒരുമിച്ച് വായിച്ചേ. ഒരുക്കി വയ്ക്കണം, ഒരുക്കി വയ്ക്കണം. ആമേൻ. ഇത് തലമുറയായി നിങ്ങൾക്ക് എന്നേക്കുമുള്ള
ചട്ടം ആയിരിക്കണം. ഇത് ഇവിടെ വീണ്ടും അതിൻ്റെ 4-ാം വാക്യം ഒന്ന് വായിക്കാമോ? 4-ാം വാക്യം, അവൻ നിത്യവും യഹോവയുടെ സന്നിധിയിൽ തങ്ക നിലവിളക്കിന്മേൽ ദീപങ്ങൾ ഒരുക്കി വയ്ക്കണം. എൻ്റെ സഹോദരങ്ങളെ, ഇത് ദൈവാലയത്തിലെ സാക്ഷ്യത്തിൻ്റെ തിരശ്ശീലയ്ക്ക് വെളിയിൽ നിൽക്കുന്നു. സമാഗമന കൂടാരത്തിന് പ്രധാനമായി 3 ഭാഗങ്ങളാണുള്ളത്. ഒന്ന് പ്രാകാരം. പ്രാകാരത്തിൽ യാഗപീഠവും കാൽ കഴുകുവാനുള്ള താമ്രത്തൊട്ടിയുമുണ്ട്. അതിനപ്പുറമാണ് സമാഗമന കൂടാരം. ഈ 48 പലകകൾക്കകത്ത് മൂടിശീലകൾക്കകത്ത് നിൽക്കുന്ന സമാഗമന കൂടാരത്തിൻ്റെ വെളിയിലാണ് ഈ ഔട്ടർ കോട്ട് അല്ലെങ്കിൽ പ്രാകാരം. അവിടെയാണ് ഈ ബ്രാസൻ വെസലും ബ്രാസൻ ഓൾട്ടറും നമുക്ക് കാണുവാൻ കഴിയുന്നത്. അതിന് അകത്തേക്ക് നമ്മൾ ചെന്നു കഴിയുമ്പോൾ അവിടെ കാഴ്ചയപ്പത്തിൻ്റെ മേശ, ധൂപപീഠം, നിലവിളക്ക് എന്നിങ്ങനെ 3 ഉപകരണങ്ങൾ നിൽക്കുന്ന വിശുദ്ധ സ്ഥലത്തെ കാണുവാൻ കഴിയും. ആ വിശുദ്ധ സ്ഥലത്തിനൊരു തിരശ്ശീലയുണ്ട്. ആ തിരശ്ശീലയ്ക്കകത്താണ് സാക്ഷ്യത്തിൻ്റെ പെട്ടകവും, ആ പെട്ടകത്തിനകത്താണ് മന്നയിട്ട് വെച്ച പൊൻപാത്രവും അഹരോന്റെ തളിർത്ത വടിയും നിയമത്തിൻ്റെ കൽപ്പലകകളുമുള്ളത്. ആ അതിവിശുദ്ധ മന്ദിരത്തിലേക്ക് 7-ാം മാസം 10-ാം തീയതി മാത്രമാണ് മഹാപുരോഹിതൻ പ്രവേശിക്കുന്നത്. എന്നാൽ പുരോഹിതന്മാർ ആണ്ടിൽ ബാക്കി 364 ദിവസങ്ങളും ശുശ്രൂഷിക്കുന്നത് വിശുദ്ധ മന്ദിരം എന്ന് പറയുന്ന ഈ 3 സംഗതികൾ, ഞാൻ പറഞ്ഞ ഈ 3 സംഗതികൾ നിലകൊള്ളുന്ന വിശുദ്ധ മന്ദിരത്തിലാണ്. ദൈവാലയത്തിലേക്ക് കടന്നു വരുന്ന സാധാരണ യഹൂദന്മാർ ഈ പ്രാകാരം കടന്നു വന്ന് യാഗപീഠം അതിൽ യാഗമർപ്പിച്ചിട്ട് മടങ്ങിപ്പോകുമ്പോൾ ലേവ്യ പുരോഹിതന്മാർക്ക് മാത്രം പ്രവേശനമുള്ള സ്ഥലമാണ് വിശുദ്ധ സ്ഥലം എന്ന് നമുക്ക് കാണുവാൻ കഴിയും. ഞാൻ അവയിലേക്കൊന്നും വിശദീകരിക്കുന്നില്ല. അതിനകത്തെ ഒരു ഉപകരണമാണ് നിലവിളക്ക് എന്ന് പറയുന്നത്. ഈ നിലവിളക്കിനെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. വൈകുന്നേരം മുതൽ രാവിലെ വരെ അത് കത്തേണ്ടതിന് അഹരോൻ അത് യഹോവയുടെ സന്നിധിയിൽ നിത്യം ഒരുക്കി വയ്ക്കണം എന്ന് പറയുകയാണ്. ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ ഈ ശുശ്രൂഷ പുരോഹിതന്മാരെ അല്ല ഏൽപ്പിക്കുന്നത്. ആ ശുശ്രൂഷ ആരെയാണ് ഏൽപ്പിക്കുന്നത്? മഹാപുരോഹിതനെയാണ് ഏൽപ്പിക്കുന്നത്. ഈ ശുശ്രൂഷ പുരോഹിതന്മാരെ അല്ല, അവിടെയുള്ള ആരെങ്കിലും ഒരു പുരോഹിതൻ ചെയ്യണമെന്നല്ല പറഞ്ഞത്. പകരം അവിടെയുള്ള മഹാപുരോഹിതനായിരിക്കുന്ന അഹരോൻ തന്നെ എന്ത് ചെയ്യണം? ഈ നിലവിളക്കിനെ കത്തിക്കണം. അതിനുവേണ്ടി ഈ അഹരോൻ ഇതിനെ ഒരുക്കണമെന്ന്. എൻ്റെ സഹോദരങ്ങളെ, പഴയ നിയമത്തിലെ ഈ നിലവിളക്കിലേക്ക് കടന്നു വരുമ്പോൾ ഈ നിലവിളക്കിൽ പ്രധാനമായി 3 ഭാഗങ്ങളാണുള്ളത്. ഒന്ന്, ഇതിൻ്റെ ബേസിനെ കാണിക്കുകയാണ്. ഭയങ്കരമായ ഒരു ബേസ്. ഈ ഒരു നിലവിളക്കിനും ഇതിനു വേണ്ടിയുള്ള ഇതിനകത്ത് കരിയെടുക്കാനുള്ള ചട്ടുകത്തിന് ചവണകൾക്കും മാത്രമായിട്ട് 1 താലന്ത് പൊന്ന് അല്ലെങ്കിൽ 29 കിലോഗ്രാം ഗോൾഡ് കൊണ്ടാണ് ഈ ഒരു സാധനം ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത്. ഇതിനെ അടിച്ചു നിരപ്പാക്കി ഒരൊറ്റ ഈ 30 കിലോ സ്വർണം, 29 അല്ലെങ്കിൽ 30 കിലോ സ്വർണം, 1 താലന്ത് സ്വർണം അത് ഉരുക്കിയെടുത്ത് ഒരൊറ്റ പ്ലേറ്റായിട്ട് നീട്ടിയടിക്കും. ആ നീട്ടിയടിച്ച പ്ലേറ്റിനെ അവൻ 2 പീസ് ജോയിൻ ചെയ്യാതെ ഒരൊറ്റ പീസിൽ നിന്ന് അടിച്ചെടുത്ത് പണിതാണ് ഈ സംഗതി. ഇതിനകത്തെ ഒരു പ്രത്യേകത, ഇത് ക്രിസ്തുവിന് നിഴലായിട്ടാണ് സമാഗമന കൂടാരത്തിലെ ഈ നിലവിളക്കിനെ പഠിക്കുന്നത്. ഞാനിത് ഒന്ന് ആമുഖം പറഞ്ഞിട്ട് നമ്മുടെ വിഷയത്തിലേക്ക് കടന്നു വരാം. നിലവിളക്കൊരുക്കണം എന്നുള്ളതാണ് വിഷയം. ഇത് ക്രിസ്തുവിന് നിഴലായിട്ടാണ് ഇത് പഠിപ്പിക്കുന്നത്. ഇതെന്തുകൊണ്ട് ക്രിസ്തുവിന് നിഴലായി പഠിപ്പിക്കുന്നു എന്ന് പറഞ്ഞാൽ, ഇതിൻ്റെ ഈ 7 ദീപങ്ങളും കത്തിക്കൊണ്ടിരിക്കും. ഈ 7 ദീപങ്ങളും കത്തുമ്പോൾ ഈ 7 ദീപങ്ങളും മുമ്പോട്ടാണ് കത്തുന്നത്. നിങ്ങളൊന്ന് ചിന്തിച്ചിട്ടുണ്ടോ? ഈ 7 ദീപങ്ങൾ കത്തുവാൻ തക്കവണ്ണം ഇതിനകത്ത് എണ്ണയൊഴിക്കണം. ഇതിനകത്ത് എവിടെയാണ് എണ്ണ ഒഴിക്കുന്നതെന്നറിയാമോ? ഇതിൻ്റെ ഈ സെൻറ്റർ ദീപത്തിനകത്താണ് എണ്ണ ഒഴിക്കുന്നത്. ഈ സെൻറ്റർ ദീപത്തിനകത്ത് എണ്ണ ഒഴിക്കുമ്പോൾ ഈ പോസ്റ്റ് ഫില്ലാകും. ഈ പോസ്റ്റ് ഫില്ലായി കഴിഞ്ഞ് ഈ പോസ്റ്റിൽ നിന്ന് ഓവർഫ്ലോ ചെയ്യുന്നതാണ് എന്ത് സംഭവിക്കുന്നത്? ഈ 6 പോസ്റ്റിലേക്ക് ഫില്ലാകുന്നത്. ആകയാൽ ക്രിസ്തു എന്ന നടുത്തണ്ടിൽ നിന്ന് നിറഞ്ഞു വരുന്ന പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം സഭയാകുന്ന സഹോദരങ്ങളിലേക്ക് നിറഞ്ഞു വരുമ്പോഴാണ് ഇവിടെ നമുക്ക് ഇതിനെ കാണുവാൻ കഴിയുന്നത്. ഇതിനകത്ത് ഇതിന് കൂടുതൽ എണ്ണയും ഇതിന് കുറച്ചെണ്ണയും ഇതിന് കുറവെണ്ണയും ഇല്ല. ഇതിനകത്ത് എണ്ണ ഉള്ളിടത്തോളം ഇതിനകത്ത് മുഴുവനും എണ്ണ ഉണ്ടായിരിക്കും. ആകയാൽ ക്രിസ്തുവിനോട് ചേർന്ന് നിൽക്കുന്ന സഭ എണ്ണയാൽ നിറയപ്പെടുന്നതാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. മാത്രമല്ല, ഇതിലേക്ക് നാം കടന്നു ചെല്ലുമ്പോൾ
ഇവിടെ ഈ ശിഖരങ്ങളിൽ ഒരു ബദാമിൻ്റെ മൊട്ട് വിരിഞ്ഞു നിൽക്കുന്നത് പോലെ ഇവിടെ അതിൻ്റെ പച്ചയില, അതിൻ്റെ മുകളിൽ അതിൻ്റെ പൂത്തു നിൽക്കുന്ന ഇങ്ങനെ 3 എണ്ണം വീതം കാണും. എന്നാൽ ഈ നടുത്തണ്ടിൽ ഇത് 4 എണ്ണം കാണും. ഇത് ക്രിസ്തുവിൻ്റെ 4 സുവിശേഷങ്ങൾക്കും അല്ലെങ്കിൽ ക്രിസ്തുവിൻ്റെ 4 മുഖങ്ങൾക്ക്, കാളമുഖം, സിംഹമുഖം, കഴുകുമുഖം, മനുഷ്യമുഖം എന്നിങ്ങനെ 4 മുഖങ്ങളെ പ്രതിനിധീകരിക്കുന്ന 4 സ്വഭാവങ്ങളാണ് ഈ 4 എന്ന് കാണിക്കുമ്പോൾ മനുഷ്യനിൽ വ്യാപരിക്കുന്ന ദേഹം, ദേഹി, ആത്മാവ് എന്നുള്ളതാണ്. ഇത് 3 മുകളിലേക്ക് വിരിഞ്ഞു നിൽക്കുന്നത് കൊണ്ട് ഇറ്റ് ഈസ് ലിവിങ്, ഇതിനകത്ത് ജീവനുണ്ട് എന്നുള്ളതാണ് ഇത് പ്രതിനിധാനം ചെയ്യുന്നത്. ഇതിൻ്റെ ഈ 7 ദീപങ്ങളും ഒരുമിച്ച് കത്തിക്കൊണ്ടിരിക്കും. ഞാനിത് ഇത്രയും പറഞ്ഞിവിടെ നിർത്തുകയാണ്. ഇതിൽ ത്തേക്ക് നമുക്ക് കയറാം. അപ്പോൾ അഹരോന്റെ അടുക്കൽ പറയുകയാണ്, അഹരോൻ ഈ 7 ദീപങ്ങളും ഒരുമിച്ച് എന്ത് ചെയ്തുകൊണ്ടിരിക്കണം? കത്തിക്കൊണ്ടിരിക്കണം. ഇത് കത്തണമെങ്കിൽ നീ എന്ത് ചെയ്യണം? ഒരുക്കണം. അഹരോൻ ഒരുക്കിയാലേ ഇത് കത്തത്തുള്ളൂ. ഞാൻ ആവർത്തിക്കട്ടെ, അഹരോൻ ഒരുക്കിയാലേ ഈ ദീപം കത്തത്തുള്ളൂ. ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, നീ ഒരുക്കിയാലേ നിന്റെ ദേശത്തിൽ, നിന്റെ രാജ്യത്തിൽ, നിന്റെ കുടുംബത്തിൽ കർത്താവിൻ്റെ മഹത്വം കത്തി ജ്വലിക്കത്തുള്ളൂ. ഹോളി സ്പിരിറ്റ്, ആമേൻ. ഇന്ന് രാത്രി എത്ര പേർ അറിയുന്നോ, ഞാൻ ഒരുക്കിയാലേ ദൈവത്തിന് പ്രകാശിക്കാൻ പറ്റത്തുള്ളൂ? ആമേൻ. അത് ആരെങ്കിലും ചെയ്യേണ്ട കാര്യമല്ല, അത് മഹാപുരോഹിതൻ ചെയ്യേണ്ട കാര്യമാണ്. ആമേൻ. കുറെ കാലം കഴിഞ്ഞിട്ട് വേറെ ഒരാളെ ഏൽപ്പിക്കാൻ അനുവാദമില്ല. തലമുറയായി മഹാപുരോഹിതൻ തന്നെ ചെയ്യേണ്ടതായിരിക്കുന്ന കാര്യമാകുന്നു. ആമേൻ. ആകയാൽ അത് അത്രമാത്രം പ്രാധാന്യമുള്ളതാണ്. ഇനിയും അത് എപ്പോഴാണ് ഇത് കത്തേണ്ടതെന്ന് നിങ്ങൾ ഒരു വാക്യം ശ്രദ്ധിച്ചോ. 24-ന്റെ 3-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ 24-ന്റെ 3-ാം വാക്യത്തിൽ പറയുകയാണ്, സ്തോത്രം, വൈകുന്നേരം മുതൽ രാവിലെ വരെ എന്ന് പറഞ്ഞാൽ ഇരുട്ട് വ്യാപരിക്കുമ്പോൾ കത്തുവാൻ തക്കവണ്ണം നീ ഒരുക്കമുള്ളവനായിരിക്കണം. ഞാൻ ആവർത്തിക്കട്ടെ, ഇരുട്ട് വ്യാപരിക്കുമ്പോൾ കത്തുവാൻ തക്കവണ്ണം നീ ഒരുക്കമുള്ളവനായിരിക്കണം. ആമേൻ. ഇരുട്ടിലേക്ക് ഞാൻ കടന്നു വരാം. എന്നാൽ ആവർത്തിച്ച് ഞാൻ പറയുകയാണ്, ഇരുട്ടിനെ കുറിച്ച് ഏകദേശം ഒരു 12 വിഷയങ്ങൾ ഇന്ന് രാത്രി ദൈവം അനുവദിച്ചാൽ ഞാൻ ശരവേഗത്തിൽ പറഞ്ഞു പോകാം. സ്തോത്രം. ഇരുട്ട് നമ്മളെ മൂടുവാൻ കയറി വരുമ്പോൾ നമ്മൾ ഒരുക്കമുള്ളവരാണെങ്കിൽ ഒരു പ്രകാശം നമ്മളിൽ ഉണ്ടാകും. എൻ്റെ സഹോദരങ്ങളെ, പഴയ നിയമത്തിലെ നിലവിളക്കിനെ നാം പഠിക്കുമ്പോൾ ഈ പഴയ നിയമത്തിലെ നിലവിളക്ക് ക്രിസ്തുവിന് നിഴലാണ്. അത് ഊഹാപോഹം കൊണ്ട് പറയുന്നതല്ല. സെൻട്രൽ പോസ്റ്റിൽ നിന്ന് 6 ശാഖകളിലേക്ക് പകരപ്പെടുന്നത്. 6 എന്ന് പറയുന്നത് യഹൂദനെ സംബന്ധിച്ച് വീണ്ടെടുപ്പിന്റെ സംഖ്യയാണ്. അതുകൊണ്ടാണ് സ്തോത്രം, ബോവസ് 6 ഇടങ്ങഴി യവം അളന്ന് പുതപ്പിനകത്താക്കിയിട്ട് പറഞ്ഞു, ഇത് നിനക്കുള്ളതല്ല, ഇത് ആർക്കുള്ളതാണ്? ഇത് നവോമിക്ക് കൊണ്ട് കൊടുക്കണം. അപ്പോ ബോവസ് നവോമിയുടെ അടുക്കൽ ഒരു സീക്രട്ട് മെസ്സേജ് കൺവേ ചെയ്യുകയാണ്. ഐ ഷാൽ ബി യുവർ റിഡീമർ ആൻഡ് ഐ ഷാൽ റിഡീം യു. ഞാൻ നിനക്ക് വീണ്ടെടുപ്പുകാരനായിരിക്കും, ഞാൻ നിന്നെ വീണ്ടെടുക്കാമെന്ന് ഒരു സീക്രട്ട് മെസ്സേജാണ് ഈ 6 ഇടങ്ങഴി യവം കൊടുത്തു വിടുന്നത്. ആകയാൽ 7-ാമത്തെ നടുത്തുണ്ടായിരിക്കുന്ന ക്രിസ്തുവിനോടുകൂടെ വീണ്ടെടുക്കപ്പെട്ടവരാണ് നിൽക്കുന്നത്, പ്രകാശിക്കുന്നതെന്നാണ് ഈ 6 തണ്ടുകൾ പ്രകാശിക്കുന്നത്. അങ്ങനെ വീണ്ടെടുക്കപ്പെട്ടവരും ക്രിസ്തുവും കൂടെ ചേരുമ്പോൾ 7 എന്ന് പറയുന്ന ക്രിസ്തീയ പൂർണ്ണതയിലേക്ക് അവിടെ വിരൽ ചൂണ്ടുകയാണ്. ഇത് ക്രിസ്തുവിനെ ഉദ്ദേശിച്ച് പറയുകയാണ്. എന്നാൽ പുതിയ നിയമത്തിലേക്ക് കടന്നു വരുമ്പോൾ വെളിപ്പാട് പുസ്തകത്തിൽ ഈ നിലവിളക്കിന്റെ സ്ഥാനം മാറ്റി പുതിയ നിയമത്തിൽ വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായം അവസാനിക്കുമ്പോൾ 1-ാം അധ്യായത്തിന്റെ അവസാനത്തിൽ ദർശനത്തിന്റെ മർമ്മം പറയുകയാണ്. ഉയർത്തെഴുന്നേൽക്കപ്പെട്ട ക്രിസ്തു ആത്മവിവശതയിൽ, ആരാധനയിൽ, കർത്തൃദിവസത്തിൽ ആത്മവിവശതയിലായ യോഹന്നാന്റെ അടുക്കൽ കടന്നു വന്നു. തലയും താടിയും ഹിമത്തോളം വെളുത്തവനായി, പിതൃതുല്യനായിരിക്കുന്ന ദൈവം, മാറത്ത് പൊൻകച്ച കെട്ടിയവനായി, മാതൃതുല്യനായ ദൈവം, നിലയങ്കി ധരിച്ചവനായി, ഉലയിൽ ചുട്ടുപഴിപ്പിച്ച പൊൻപാദങ്ങളോടുകൂടെ, ആമേൻ, അഗ്നിജ്വാലയ്ക്കൊത്ത കണ്ണുകളും പിളർന്നിരിക്കുന്ന അഗ്നിനാവുകളുമായി ഉയർത്തെഴുന്നേൽക്കപ്പെട്ട ക്രിസ്തു നടന്നു വരുമ്പോൾ വലം കൈയിൽ 7 നക്ഷത്രങ്ങളോ തന്റെ ഇരുവശത്തും 7 നിലവിളക്കുകളും കാണുകയാണ്. എന്നിട്ട് യോഹന്നാന്റെ അടുക്കൽ പറഞ്ഞു, പഴയ നിയമ സമാഗമന കൂടാരത്തിലെ നിലവിളക്ക് ക്രിസ്തുവിന് നിഴലായിരുന്നുവെങ്കിൽ പുതിയ നിയമത്തിൽ നിലവിളക്കിനെ ക്രിസ്തു എന്നതിൽ നിന്ന്, തലയായ ക്രിസ്തുവിൽ നിന്ന് ശരീരമായ സഭയ്ക്ക്
കൊടുത്തിരിക്കുന്നു. 7 നിലവിളക്ക് 7 സഭകളാകുന്നു. പഴയ നിയമത്തിൽ ഒരൊറ്റ നിലവിളക്കേ ഉണ്ടായിരുന്നുള്ളുവെങ്കിൽ പുതിയ നിയമത്തിൽ 7ആയി അത് വർദ്ധിച്ചു. കാരണം 7 ദേശങ്ങളിൽ 7 സഭകൾ. ഒരു ദേശത്തുള്ള 7 സഭകളെ കുറിച്ചല്ല പറയുന്നത്, 7 സ്ഥലങ്ങളിലുള്ള 7 കോൺഗ്രിഗേഷനെ വിളിച്ചിട്ട് പറയുകയാണ്, ആ ദേശത്തിന്റെ വെളിച്ചം നീയാകുന്നു, സഭയാകുന്നു. ഇന്ന് രാത്രി ഒമാനിലെ വെളിച്ചം ആരാണ്? ഒമാനിലെ വിളക്കാരാണ്? അത് ഞങ്ങൾ ദൈവസഭയാണെന്ന് ഇന്ന് രാത്രി എത്ര പേർ കരമടിച്ച് ദൈവസന്നിധിയിൽ ആമേൻ പറയും? നിങ്ങൾ ലോകത്തിന്റെ വെളിച്ചമാണ്, നിങ്ങൾ ദേശത്തിന്റെ വെളിച്ചമാണ്, നിങ്ങൾ രാജ്യത്തിന്റെ വെളിച്ചമാണ്. ഞാൻ അതിനെക്കാട്ടിലും കുറച്ചും കൂടെ പേഴ്സണലി കോൺസെൻട്രേറ്റ് ചെയ്ത് പറയാം, നീ നിന്റെ വീടിന്റെ വെളിച്ചമാ, നീ നിന്റെ വീടിന്റെ വെളിച്ചമാ, നിന്റെ കുടുംബത്തിന്റെ വെളിച്ചം, നിന്റെ പേരൻസിന്റെ വെളിച്ചം, നിന്റെ സിബ്ലിങ്സിന്റെ വെളിച്ചം, നിന്റെ തലമുറയുടെ വെളിച്ചം നീ ആയിരിക്കുക. നിന്റെ വെളിച്ചം ആമേ കൂരിരുട്ട് നിനക്കും നിന്റെ കുടുംബത്തിനുമെതിരെ വ്യാപരിച്ചു കയറുമ്പോൾ, നിന്റെ സഹോദരങ്ങൾക്കും തലമുറകൾക്കും മാതാപിതാക്കൾക്കുമെതിരെ ഈ ഇരുട്ടിന്റെ മണ്ഡലങ്ങൾ അണിയറയിൽ കരുനീക്കം നടക്കുമ്പോൾ, ആ ഇരുട്ടിനെ തടഞ്ഞു നിർത്തുന്ന നിലവിളക്ക് അത് ഞാനായിരിക്കും. ആമേൻ. ഒരു കത്തുന്ന നിലവിളക്കിന്റെ പിമ്പിൽ ഒരു ഒരുക്കം ആവശ്യമാണ്. ഒരു കത്തുന്ന നിലവിളക്കിന്റെ പിമ്പിൽ ഒരു ഒരുക്കം ആവശ്യമാണ്. എൻ്റെ സഹോദരങ്ങളെ, കത്തുന്ന നിലവിളക്കിന്റെ പിമ്പിൽ ഒരു ഒരുക്കം ആവശ്യമാണ്. ഇന്ന് രാത്രി ഒരു ഒരുക്കം ആവശ്യമാണ്. ഒന്ന് കത്താൻ. കൂരിരുട്ട് അന്ധകാരം ഭൂമിയെയും കൂരിരുട്ട് ജാതികളെയും മൂടുമ്പോൾ ദൈവത്തിന്റെ തേജസ്സിനെ പിടിച്ചു മേടിച്ച് നിന്ന് കത്തി പ്രകാശിക്കുവാൻ തക്കവണ്ണം ഈ നാളുകളിൽ ഒരു ഒരുക്കം ആവശ്യമാണ്. ആമേൻ. എൻ്റെ സഹോദരങ്ങളെ, ഞാൻ ആർക്കും ഹാപ്പി ന്യൂ ഇയർ പറയത്തില്ല. കാരണം ഹാപ്പി ന്യൂ ഇയർ പറയാൻ എളുപ്പമാണ്. ആ ഒരു 365 ദിവസം ഇന്ന് വരെ ഏതെങ്കിലും ആരൊക്കെ നിങ്ങളുടെ അടുക്കൽ ഹാപ്പി ന്യൂ ഇയർ പറഞ്ഞിട്ടുണ്ടെങ്കിലും ഏതെങ്കിലും ഒരു വർഷം കർത്താവിൻ്റെ കൃപയില്ലാതെ ഫുൾ ഡേ ഹാപ്പി ആയിട്ട് പോയിട്ടുണ്ടോ? പൗലോസ് പറയുക, ബന്ധനങ്ങളും കഷ്ടങ്ങളും എനിക്കായി കാത്തിരിക്കുന്നു. സോ നോ ന്യൂ ഇയർ ഈസ് ഹാപ്പി ന്യൂ ഇയർ. എല്ലാ ന്യൂ ഇയറും ബന്ധനങ്ങളും കഷ്ടങ്ങളും കാത്തിരിക്കുന്നതാ. അത് കൃപയിൽ അതിജീവിക്കുക. ആമേൻ. വാർഫെയറിന്റെ അടുത്ത റലം ഓപ്പൺ ആവുകയാണ് പുതിയ വർഷത്തിൽ. 2024 പോരാട്ടമൊക്കെ തീർന്ന് 25 കയറാമെന്ന് ആരും പ്രതീക്ഷിക്കേണ്ട. പോരാട്ടത്തിന്റെ അടുത്ത തലം തുറക്കുകയാണ്. അധികം കൃപയ്ക്കകത്ത് കയറി അധികം വലിയ ജയത്തിന് വേണ്ടി പ്രിപ്പയർ ചെയ്തുകൊള്ളുക. ജീസസ്. ആമേൻ. ആമേൻ. എൻ്റെ സഹോദരങ്ങളെ, നേരം വൈകുമ്പോൾ ഈ ലൈറ്റ് കത്തിത്തുടങ്ങണം, ഈ വിളക്ക് കത്തിത്തുടങ്ങണം. രാവിലെ സൂര്യൻ ഉദിക്കുമ്പോൾ വരെയും ഉദിക്കുന്നിടം വരെയും എന്ത് ചെയ്യണം? ഈ വിളക്ക് കത്തിക്കൊണ്ടിരിക്കണം. സ്തോത്രം. എൻ്റെ സഹോദരങ്ങളെ, നീതി സൂര്യനായ ക്രിസ്തു മഹത്വത്തോടെ ഉദിച്ചു വരുന്ന സഭയുടെ ഉൽപ്രാപണം വരെ ഈ സഭയുടെ വിളക്ക് കത്തിക്കൊണ്ട് നിൽക്കുവാൻ, വീണ്ടെടുക്കപ്പെട്ട നിന്റെ വിളക്ക് കത്തിക്കൊണ്ട് നിൽക്കുവാൻ നിന്റെ അകത്തു കിടക്കുന്ന പുരോഹിതൻ നിത്യം എന്ത് ചെയ്യണം? ഇതിനെ ഒരുക്കിക്കൊണ്ടേ ഇരിക്കണം. ആമേൻ. Prepared to be shining. ആമേൻ. പ്രകാശിക്കാൻ തക്കവണ്ണം ഒരുക്കമുള്ളവരായിരിക്കുക. 2025 ശത്രു വ്യാപരിപ്പിക്കുന്ന സകല ഇരുട്ടുകളെയും കീഴ്പ്പെടുത്തത്തക്കവണ്ണം പ്രകാശിക്കുവാൻ ഒരുക്കമായിരിക്കുക. അടുത്തിരിക്കുന്നവർക്ക് കരം കൊടുത്തിട്ടൊന്ന് പറഞ്ഞേ, പ്രകാശിക്കുവാൻ ഒന്നൊരുങ്ങാമെന്ന്. പ്രകാശിക്കുവാൻ നമുക്കൊന്നൊരുങ്ങാം. പ്രകാശിക്കുവാൻ നമുക്കൊന്നൊരുങ്ങാം. പ്രകാശിക്കുവാൻ നമുക്കൊന്നൊരുങ്ങാം. ഈ ഉപവാസ പ്രാർത്ഥനകളിൽ നമ്മൾ ഒരുങ്ങുമ്പോൾ പ്രകാശത്തിന് വേണ്ടി ഒരു ഒരുക്കമുണ്ടാകട്ടെ. എൻ്റെ സഹോദരങ്ങളെ, പഴയ നിയമത്തിലെ വിളക്കിനെ നാം പഠിക്കുമ്പോൾ പഴയ നിയമത്തിലെ വിളക്കിന് കത്തുവാൻ തക്കവണ്ണം 2 പേരുടെ ഒരുക്കം ആവശ്യമാണ്. ലേവ്യ പുസ്തകം 24-ാം അധ്യായം 2-ാം വാക്യത്തിൽ പറയുകയാണ്, സ്തോത്രം, ഈ നിലവിളക്കിനകത്ത് ഒഴിക്കുവാനുള്ളതായ എണ്ണ, സ്തോത്രം, അത് പുരോഹിതനല്ല ഉണ്ടാക്കേണ്ടത്, അത് മഹാപുരോഹിതനല്ല ഉണ്ടാക്കേണ്ടത്. 24:2 പറയുകയാണ്, ദീപങ്ങൾ നിത്യം കത്തിക്കൊണ്ടിരിക്കേണ്ടതിന് ഇസ്രായേൽ മക്കൾ നിലവിളക്കിന്
പറഞ്ഞ് ഇടിച്ചെടുത്ത നല്ല തെളിവുള്ള ഒലിവെണ്ണ നിന്റെ അടുക്കൽ കൊണ്ടുവരണമെന്ന് അവരോട് കൽപ്പിക്കുക. ഒരാലോചനയല്ല, കൽപ്പനയായിട്ട് പറയുകയാണ്. ഈ നിലവിളക്ക് കത്തണമെങ്കിൽ നീ ഒലിവുങ്ക നല്ല ചക്കിലിട്ട് ഇടിച്ചെടുക്കണം. ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, ഒരു സാധാരണ ക്രിസ്തീയ ജീവിതത്തിനകത്ത്, ഒരു ഉഴപ്പൻ ക്രിസ്തീയ ജീവിതത്തിനകത്ത് ഈ വെളിച്ചം വരുത്താൻ കഴിയത്തില്ല. പകരം ഒലിവുങ്ക ചതച്ചെടുക്കുന്നത് പോലെ ഉപവാസത്തിലും പ്രാർത്ഥനയിലും ആത്മമണ്ഡലത്തിൽ പോരാടി കയറുന്ന ഒരുത്തന് മാത്രമേ ഒലിവുങ്ക ചതയപ്പെടുമ്പോൾ വിളക്ക് കത്താനുള്ള എണ്ണ പുറപ്പെടും. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി ഞാൻ തിരിച്ചു പറയുകയാണ്, ദൈവത്തിന്റെ ഒലിവുങ്കായെ നീ ചതയ്ക്കപ്പെടുമ്പോൾ, നിനക്കെതിരെ പ്രതികൂലത്തിന്റെ വാളുകൾ ഉയരുമ്പോൾ, കഷ്ടതയുടെയും നിന്ദയുടെയും പ്രലോഭനത്തിന്റെയും ചക്കിനകത്ത് നീ മെതിക്കപ്പെടുമ്പോൾ നിന്റെ വിളക്ക് കത്തും. അതിനുള്ള എണ്ണ നിന്റെ വീട്ടിനകത്ത് ഒലിവിടിയപ്പെടുന്നത് പോലെ, ഒലിവ് ചതയപ്പെടുന്നത് പോലെ പ്രതികൂലത്തിന്റെ ദിനരാത്രങ്ങൾ നിന്റെ മേൽ ആഞ്ഞടിക്കുമ്പോൾ നീ പറയണോ, എണ്ണ പെരുകുകയാ, എണ്ണ പെരുകുകയാ, വിളക്ക് കത്താൻ പോവുകയാ. ഒരു പ്രതികൂലത്തിനോ നിന്റെ വിളക്കിനെ അണയ്ക്കാൻ കഴിയത്തില്ല. പ്രതികൂലം പെരുക പെരുക എന്റെ എണ്ണ അത് കത്തി പ്രകാശിക്കും. Larkatal bare chaba pravania ralkatal bara jaradana ralkatal barasia pravadia varthane jagaram pravadia vaidala chabara praushmaria ralkatal bare pravasia ralkatoria manashavam vidajam pravajagam artharam jabandaram jarava praudavaria. Jesus, Jesus, Jesus. Alba pravajia ralba pravania പ്രതികൂലങ്ങളെ അഭിഷേകമാക്കി മാറ്റാ, പോരാട്ടങ്ങളെ അഭിഷേകമാക്കി മാറ്റാ. ഒലിവുങ്കായെ ചതയ്ക്കപ്പെടുന്നത് പോലെ കഷ്ടതയുടെയും പ്രതികൂലത്തിന്റെയും ചക്കിനകത്ത് കചകച ചതയ്ക്കപ്പെടുമ്പോ നീ പറഞ്ഞാട്ട്, നാളെ എന്റെ വിളക്ക് കത്താൻ, നാളെ എന്റെ ദീപം പ്രകാശിക്കാൻ എന്റെ ദൈവം എന്നെ കടത്തിവിടുന്ന പ്രോസസ്സാണ്. എന്റെ ജീവിതത്തിൽ ഒരു പ്രശ്നമില്ല, എന്റെ ജീവിതത്തിൽ ഒരു പരിശീലനമേ ഉള്ളൂ. Jesus la katarma katarabara satarajana rulbana pravashia pravala hatarabaria. Jesus, എൻ്റെ സഹോദരങ്ങളെ, ഇരുട്ടിലേക്ക് കടന്നു പോവുകയാണ്. ഞാനൊരു കൂട്ടം ഇരുട്ടുകളെ പറയാം. ഈ ഇരുട്ടുകളെ ജയിക്കുവാനാണ് ഒരു വിളക്ക് കത്തേണ്ടത്. ആമേൻ. ഞാൻ അതിൻ്റെ ക്രോണോളജിക്കലി ഞാൻ തിരുവെഴുത്തിനകത്ത് ഇങ്ങനെ സഞ്ചരിക്കാം. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം, ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം അതിൻ്റെ 2-ാം വാക്യത്തിലേക്ക് കടന്നു വരുമ്പോൾ, ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം അതിൻ്റെ 2-ാം വാക്യം. ആമേൻ. ഭൂമി പാഴായും ശൂന്യമായും ഇരുന്നു, ആഴത്തിന്മീതെ ഇരുളുണ്ടായിരുന്നു. നിൽക്കട്ടെ. ഭൂമി പാഴും ശൂന്യവുമായിരുന്നു, അവിടെ എന്തുണ്ടായിരുന്നു? ഇരുളുണ്ടായിരുന്നു. ഇരുട്ടിൻ്റെ പ്രത്യേകത എന്താണെന്നറിയാമോ? ഇരുട്ടുള്ളിടത്ത് ദൈവം പ്രവർത്തിക്കാത്ത സ്ഥലം. ആമേൻ. ദൈവത്തിൻ്റെ ആത്മാവ് പരിവർത്തിച്ചു തുടങ്ങിയ ഉടനെ എന്ത് സംഭവിച്ചു? ഇരുട്ട് മാറാൻ തുടങ്ങി. ആമേൻ. ഭൂമി പാഴായി ശൂന്യമായിരുന്നു, ദൈവത്തിൻ്റെ ആത്മാവ് പ്രവർത്തിക്കാതെ. ആമേൻ. ദൈവപ്രവർത്തികൾ ഇല്ലാതെ ഇരുന്നു അവിടെ. ആമേൻ. ദൈവത്തിൻ്റെ ആത്മാവ് പ്രവർത്തിച്ചു തുടങ്ങിയപ്പോൾ വെളിച്ചമുണ്ടായി. ഞാൻ അതിനെ ഒറ്റ വാക്കിൽ ഇങ്ങനെ പറയാം, ദൈവം പ്രവർത്തിക്കാതിരിക്കുന്ന സ്ഥലമാണ് ഇരുട്ട് എന്ന് പറയുന്നത്. എന്നാൽ അവിടെ ദൈവം പ്രവർത്തിക്കാൻ തുടങ്ങിയപ്പോൾ, ആത്മാവ് പരിവർത്തിക്കാൻ തുടങ്ങിയപ്പോൾ വെളിച്ചമുണ്ടായി. ഇന്ന് രാത്രികാലം എന്നെ കേൾക്കുന്ന എൻ്റെ ദൈവമക്കളോട് ഞാൻ പറയട്ടെ, ഏതെങ്കിലും ഒരു വിഷയത്തിൽ ദൈവം പ്രവർത്തിക്കുന്നില്ല എന്ന് നീ ആശങ്കപ്പെടുന്നുണ്ടെങ്കിൽ, ശത്രുവിന് നേരെ നിന്റെ വിഷയത്തിൽ, നിന്റെ പ്രതികൂലത്തിൽ ദൈവം പ്രവർത്തിക്കുന്നില്ല എന്ന് നിനക്ക് ആശങ്കയുണ്ടെങ്കിൽ അത് ജീവിതത്തിന്റെ ഒരു ഇരുട്ടാണ്. ഒരു ശൂന്യതയുണ്ടെങ്കിൽ അത് നിന്റെ ജീവിതത്തിന്റെ ഇരുട്ടാണ്. എന്നാൽ ഇന്ന് രാത്രി ആ ഇരുട്ടിനകത്ത് ഒരു വെളിച്ചം വരുവാൻ നീ ഒന്ന് ഒരുങ്ങിയാട്ടെ. ഇനിയും അത് പാഴും ശൂന്യവുമായി കിടക്കത്തില്ല. ഇനിയും അത് പാഴും ശൂന്യവുമായി കിടക്കത്തില്ല. പാഴും ശൂന്യവുമായി കിടക്കത്തില്ല.
ഇന്ന് രാത്രി പറ, പാഴും ശൂന്യവുമായി ഇനി അത് കിടക്കത്തില്ല. ഉപയോഗമില്ലാതെ, ആമേൻ, പ്രയോജനമില്ലാതെ, ആമേൻ, ശൂന്യമായി ഇനി അത് കിടക്കത്തില്ല. ഇരുട്ടിന്റെ മേൽ വെളിച്ചം വരാൻ പോകുക. 2024 പ്രയോജനമില്ലാതിരുന്ന നിന്റെ സർട്ടിഫിക്കറ്റുകളോ, പ്രയോജനമില്ലാതിരുന്ന നിന്റെ പൊട്ടൻഷ്യാലിറ്റിയോ, അത് പാഴായി നീ കിടക്കത്തില്ല. നിന്റെ ജീവിതത്തിനകത്ത് ശൂന്യത വ്യാപരിക്കത്തില്ല. നീ വിളക്ക് കത്തിച്ചോ, നീ വിളക്ക് കത്തിക്കാൻ ഒരുക്കിക്കോ. നീ പാഴെന്ന് പറഞ്ഞ ഇടത്ത്, നീ സീറോ എന്ന് പറഞ്ഞ ഇടത്ത്, നീ വേസ്റ്റ് എന്ന് പറഞ്ഞ ഇടത്ത് ദൈവം നിനക്ക് വേണ്ടി കരം ചലിപ്പിക്കും. ഹോളി സ്പിരിറ്റ് സഹോദരങ്ങളെ, ഇരുട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്തോത്രം, ആമേൻ, ഇരുട്ടിന്റെ ഒരു പ്രത്യേകത ആബ്സെൻസ് ഓഫ് ലൈറ്റ്. വാട്ട് ഈസ് ഡാർക്ക്നെസ്? ആബ്സെൻസ് ഓഫ് ലൈറ്റ്. സിംപ്ലി പറഞ്ഞാൽ അത് ആബ്സെൻസ് ഓഫ് ലൈറ്റ്. ആമേൻ. ഈ ആബ്സെൻസ് ഓഫ് ലൈറ്റിനകത്താണ് ഈ ഇരുട്ട്, ഡാർക്ക്നെസ് പ്രിവെയിൽ ചെയ്യുന്നത്. പക്ഷേ അതിൻ്റെ ഉൽപ്പത്തി അടുത്ത വാക്യത്തിലേക്ക് വരുമ്പോൾ നമുക്കതിനെ നന്നായിട്ട് കാണാൻ കഴിയും. ആബ്സെൻസ് ഓഫ് ലൈറ്റിൽ എന്ത് സംഭവിക്കുമെന്നറിയാമോ? എല്ലാം ഒരുപോലെ കിടക്കും. എന്നാൽ 1-ാം അധ്യായം 4-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ പറയുകയാണ്, വെളിച്ചം ഉണ്ടാകട്ടെ എന്ന് ദൈവം പറഞ്ഞു. ആബ്സെൻസ് ഓഫ് ലൈറ്റ് മാറ്റി. എന്നിട്ട് വെളിച്ചം ഉണ്ടാകട്ടെ എന്ന് ദൈവം കൽപ്പിച്ചു, വെളിച്ചമുണ്ടായി. 4-ാം വാക്യത്തിൽ പറയുകയാണ്, വെളിച്ചവും ഇരുളും തമ്മിൽ ദൈവം എന്ത് ചെയ്തു? വേർതിരിച്ചു. ആമേൻ. പ്രാർത്ഥിക്കുന്നവനും പ്രാർത്ഥിക്കാത്തവനും തമ്മിൽ ഒരു വ്യത്യാസവും ഇല്ല. ഉപവസിക്കുന്നവനും ഉപവസിക്കാത്തവനും തമ്മിൽ ഒരു വ്യത്യാസവും ഇല്ല. ആമേൻ. ആബ്സെൻസ് ഓഫ് ലൈറ്റ്. പക്ഷേ ആബ്സെൻസ് ഓഫ് ലൈറ്റ്, ഡാർക്ക്നെസ് പ്രിവെയിൽ ചെയ്തിടത്ത് നീ ഒന്ന് പ്രിപ്പയർ ചെയ്താൽ, ഒന്ന് പ്രകാശിക്കാൻ തുടങ്ങിയാൽ, നീ ആരാണെന്ന് ലോകമറിയാൻ തുടങ്ങും. നിന്റെ മേലുള്ള നിയോഗം എന്താണെന്ന് ലോകമറിയാൻ തുടങ്ങും. ഇന്ന് രാത്രി പറഞ്ഞാട്ടെ, എനിക്കൊന്ന് പ്രകാശിക്കണം. ഈ 2024 ഇയർ എൻഡിങ് ഫാസ്റ്റിംഗ് പ്രിപ്പയർ ടു ഷൈൻ. കത്തട്ടെ. ആലബ പ്രവാചിയ, കഞ്ചാവ് അടിച്ചവന്റെ മക്കളും ഉപവസിച്ചവന്റെ മക്കളും ഒരുമിച്ച് കിടക്കാനോ സാധ്യമല്ല. ദൈവത്തെ കല്ലെറിഞ്ഞവന്റെ മക്കളും ദൈവത്തെ വിശ്വാസത്തോടെ സേവിച്ചവന്റെ മക്കളും ഒരുമിച്ച് കിടക്കാനോ സാധ്യമല്ല. ഒരു വ്യത്യാസം അത് വെളിപ്പെടണം. ഒന്ന് വേർപിരിയുണ്ടായോ? ഒന്ന് സെപ്പറേറ്റ് ചെയ്യണ്ടായോ? ദൈവം ഇല്ലാത്തവനും കരഞ്ഞ് രാത്രിയിൽ നിലവിളിക്കുന്നവനും തമ്മിൽ ഒരു വ്യത്യാസം വേണ്ടായോ? ലോകത്തിലെ ഉടായ്പകളും പരമാർത്ഥികളും തമ്മിൽ ഒരു സെപ്പറേഷൻ വേണ്ടായോ? വചനത്തെ നിന്ദിക്കുന്നവനോ വചനത്തെ വിശ്വസിക്കുന്നവനും തമ്മിൽ ഒരു സെപ്പറേഷൻ വേണ്ടായോ? നിന്റെ അപ്പം പ്രാർത്ഥിച്ചവനോ, നിന്റെ അമ്മ ഉപവസിച്ചവളോ, നിനക്കൊരു സെപ്പറേഷൻ ഉണ്ട്. പക്ഷെ ഒരു അന്ധകാരം വന്ന് എല്ലാറ്റിനെയും ഒരുപാലിട്ടേക്കുക. ജീസസ്. ഇരുട്ടിന്റെ പ്രത്യേകത എന്താണെന്നറിയാമോ? ആമേൻ. യാതൊന്നിന്റെയും ബ്യൂട്ടി വെളിയിൽ വരുത്തത്തില്ല. ആമേൻ. ഇവിടെ വൈറ്റ് ഷർട്ട് ഇട്ടവരുണ്ട്, ബ്ലൂ ഷർട്ട് ഇട്ടവരുണ്ട്, യെല്ലോ ഷർട്ട് ഇട്ടവരുണ്ട്, പിങ്ക് ഷർട്ട് ഇട്ടവരുണ്ട്, ആമേൻ, സ്ട്രൈപ്സ് ഇട്ടവരുണ്ട്, ചെക്കുള്ളവരുണ്ട്. പക്ഷെ ഒരു ഡാർക്ക്നെസ് വന്നു കഴിഞ്ഞാൽ ആമേൻ, ഇതിന്റെ മുഴുവനും ബ്യൂട്ടി എവിടെ പോയി? വെറുതെ പോയി. വെളിച്ചമുണ്ടെങ്കിലേ നിന്റെ ബ്യൂട്ടി വെളി വരുത്തത്തുള്ളൂ. ഇന്ന് രാത്രി പരിശുദ്ധാത്മാവിനെ ബ്രേക്ക് ചെയ്യുക. The prevailing darkness, I command to be departed from the church of God. ശാൽബര പ്രവാചര റീബ രഗച്ചര, നീ നിയോഗമുള്ളവനോ, നീ വാഗ്ദത്തമുള്ളവനോ, നിന്റെ അപ്പനും അമ്മയും കരഞ്ഞു പ്രാർത്ഥിച്ചവരോ, പക്ഷെ നീ വല്ലാതെ കിടന്ന് കറങ്ങുക. Darkness is prevailing, but tonight break. ശാബ രഗജ അർത്ഥനം പ്രവാചിയ, ഇന്ന് രാത്രി അടിച്ചു കള. സകലം ജബരം പ്രവചം
കേട്ടോ, ദൈവത്തിന്റെ അധികാരത്തിൽ നിന്റെ മേലൊരു വെളിച്ചത്തെ, നിന്റെ മേലൊരു ലൈറ്റിന് ഇതാ ഞാൻ ഇമ്പാർട്ട് ചെയ്യുന്നു. ദൈവമില്ലാത്തവന്റെ മക്കളോ, കള്ളടിച്ച് കഞ്ചവടിച്ചു നടന്നവന്റെ മക്കളോ, ഉപവസിച്ച് കരഞ്ഞ് ദൈവത്തെ സേവിച്ചവന്റെ മക്കളോ ഒരുപോലെ നടക്കാൻ പറ്റത്തില്ലെന്നേ. ഇന്ന് രാത്രി ആ അന്ധകാരത്തെ ശ്വാസിച്ച് നീ ഒന്ന് കത്തി കയറിയേ. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ വെളിച്ചങ്ങളെ റിസീവ് ആകട്ടെ. വെളിച്ചം തുറന്ന് കയറട്ടെ, വെളിച്ചം തുറന്ന് കയറട്ടെ. ഉഷസിന്റെ ഉദരത്തിൽ നിന്ന് എനിക്ക് ഈ ഒരു ഒറ്റ വിഷയത്തിൽ നിന്ന് അപപ്രവാനി മുമ്പോട്ട് പോകാൻ പരിശുദ്ധാത്മാവ് പ്രേരിപ്പിക്കുക. പക്ഷേ വചനത്തിന്റെ അടുത്ത താളങ്ങളിലേക്ക് കയറണമല്ലോ. ഞാൻ ഈ ഒരു ഒറ്റ വിഷയത്തെ ചിലരുടെ മേൽ പേഴ്സണലി ഈ ദൂതിനെ ഞാൻ കൈമാറിയിട്ട് പറയുക. ഇന്ന് രാത്രി ദൈവസന്നിധി ചെന്ന് ഇന്ന് ക്ലെയിം ചെയ്യണോ, കർത്താവേ ഞാൻ നീതിമാന്റെ സന്തതിയാ, ഞാൻ നീതിമാന്റെ സന്തതിയാ, ഞാൻ നീതിമാന്റെ സന്തതിയാ, ഞാൻ നീതിമാന്റെ സന്തതിയാ. ഇന്ന് രാത്രി അതരം തുറന്ന് ക്ലെയിം ചെയ്യാൻ കേൾപ്പുള്ളവൻ പറ, ഞാൻ നീതിമാന്റെ സന്തതിയാ, ഞാൻ ദൈവത്തിന്റെ സന്തതിയാ. അഭിഷേകം നിന്റെ ഒരു പദം പരിശുദ്ധാത്മാവ് ചിലരെ ഹിറ്റ് ചെയ്യുന്നു, പരിശുദ്ധാത്മാവ് ചിലരെ ഹിറ്റ് ചെയ്യുന്നു, പരിശുദ്ധാത്മാവ് ചിലരെ ഹിറ്റ് ചെയ്യുന്നു. നീ ആരാണെന്ന് ദൈവം വെളിപ്പെടുത്താൻ പോവാ. ഇതാ നിന്റെ വായിലൊരു പുതിയ അന്യഭാഷ, ഇതാ നിന്റെ വായിലൊരു പുതിയ ഭാഷ. ധൈര്യത്തോടെ പറഞ്ഞു. ഓപ്പൺ ആകട്ടെ, ഓപ്പൺ ആകട്ടെ, ഓപ്പൺ ആകട്ടെ, ഓപ്പൺ ആകട്ടെ, ഓപ്പൺ ആകട്ടെ. രാജര രാസ പ്രൗഢാര സാർത്ഥേരിയോ സബല ഗടി 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 ഗാരക റംബലാജിയ. Claim the promises of God. നീ വാഗ്ദത്തങ്ങളെ അവകാശമാക്കാൻ പരിശുദ്ധാത്മാവ് പറയുന്നു. പ്രതിസന്ധികളിൽ കാഴ്ചക്കാരനായി നിൽക്കാനല്ല, ചിലതിനെ ക്ലെയിം ചെയ്ത് കയറാൻ പരിശുദ്ധാത്മാവ് പറയുന്നു. ദൈവം എന്ത് ചെയ്യുമെന്ന് കാത്തിരിക്കരുത്. ദൈവത്തെ കൊണ്ട് ചെയ്യിക്കാൻ തക്കവണ്ണം ദൈവത്തിന്റെ കയ്യെ കയറി പിടിക്കാൻ പറയുന്നു. Claim it and it shall be happen for you. ധൈര്യത്തോടെ ക്ലെയിം ചെയ്യ അഭിഷക്തനെ. ദൈവം നിനക്ക് വേണ്ടി അത് ചെയ്യുമെന്ന്. ഒന്ന് വെളിച്ചമെന്ന് പറഞ്ഞാൽ ദൈവം പ്രവർത്തിക്കാത്ത അവസ്ഥയാണ്. രണ്ട് വെളിച്ചമെന്ന് പറഞ്ഞാൽ ഇരുട്ടെന്ന് പറഞ്ഞാൽ ഇരുട്ടെന്ന് പറഞ്ഞാൽ ആബ്സെൻസ് ഓഫ് ലൈറ്റ്.
അവിടെ നീതിമാന്റെ സന്തതി ആരാ? കള്ളുകൂടിയൻ്റെ മക്കൾ ആരാണെന്ന് തിരിച്ചറിയത്തില്ല. പക്ഷെ വെളിച്ചം വരുമ്പോ നിന്റെ മേളിൽ കിടക്കുന്ന നിയോഗം, നിന്റെ മേളിൽ കിടക്കുന്ന പർപ്പസ് ഓപ്പൺ ആകും. ഈ ഇയർ എൻഡിങ് ചിലത് സംഭവിക്കും കേട്ടോ. ക്ലെയിം ചെയ്ത് കയറിക്കോ. മൂന്നാമത് ഇരുട്ട് എന്ന് പറയുന്നത് പുറപ്പാട് പുസ്തകം 10-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ അതിൻ്റെ 21-ാം വാക്യത്തിൽ ന്യായവിധിയാണ്. ആമേൻ. പുറപ്പാട് പുസ്തകം 10-ാം അധ്യായം 21. ഞാൻ വാക്യത്തെ ഒന്ന് കാണിച്ചു പോവുകയാണ്. ഇരുട്ടെന്ന് പറയുന്നത് ന്യായവിധിയാണ്. മിസ്രയീം ദേശത്തെ സ്പർശിക്കത്തക്ക ഇരുളുണ്ടാകേണ്ടതിന് നിന്റെ കൈ ആകാശത്തേക്ക് നീട്ടുക എന്ന് പറഞ്ഞു. 3 ദിവസം കൂരിരുട്ടുണ്ടായി. ഒരുത്തനെ കണ്ടില്ല. ആമേൻ. ആരും തൻ്റെ വീട് വിട്ട് പുറത്തിറങ്ങിയില്ല. ഞാൻ അതിനകത്തുനിന്ന് ഒരു കാര്യം പറയാം. ഇരുട്ട് വന്നു കഴിഞ്ഞാൽ ഫെലോഷിപ്പ് നഷ്ടപ്പെടും. ജീസസ്. ഒരുത്തനെ കണ്ടില്ല. ആമേൻ. എവിടെയൊക്കെ നിന്റെ ബന്ധങ്ങൾ നഷ്ടപ്പെടുന്നോ അത് ഡാർക്ക്നെസ് പ്രിവെയിലിംഗ് സീസൺ ആണ്. ആമേൻ. ഒരുത്തനെ കണ്ടില്ല. അടുത്തതായിട്ട് പറയുകയാണ്, ആരും ഒരുത്തനും തൻ്റെ സ്ഥലം വിട്ട് എഴുന്നേറ്റില്ല. 2000 ഇരുന്നിടത്ത് തന്നെ 2020 20 ഇരുന്നിടത്ത് തന്നെ 40. നീ ഇരുന്നിടത്ത് ഒതുങ്ങിപ്പോകുന്നെങ്കിൽ അത് ഡാർക്ക്നെസ് പ്രിവെയിലിംഗ് ആണ്. ഇന്ന് രാത്രി ഞാൻ ചോദിക്കട്ടെ, നിനക്ക് ഇരുന്നിടത്ത് ഇരുന്നാ മതിയോ? ഷാൽബ രാജാനിയ റാൽബ ടൽബ ഇരുട്ട് നിന്നെ ഇരുന്നിടത്ത് ഇരുത്തിക്കളയും. പക്ഷെ വെളിച്ചം വരുമ്പോ നീ എഴുന്നേക്കാൻ തുടങ്ങും. ഇന്ന് രാത്രി ദൈവത്തിന്റെ പൈതലെ, നീ ഇരുന്നിടത്ത് ഇരുന്നു പോകരുത്. നീ ദീപങ്ങളെ കത്തിക്ക, നീ വിളക്ക് കത്തിക്ക. നീ ഇനി ഇവിടെ ഇരിക്കരുത്. 2024 വരെ നീ പലയിടത്തും ഒതുങ്ങി. പക്ഷെ ഇനി നീ ഇരുന്നിടത്ത് ഇരിക്കരുത്. നീ കത്തിക്ക. ദൈവം അഹരോന്റെ അടുക്ക പറയാം, അഹരോനെ നീ ആരെ ഏൽപ്പിക്കരുത് ഈ കാര്യം. നീ തന്നെ കത്തിക്കണം, നീ തന്നെ ഒരുക്കണം. പഴയ നിയമത്തിൽ ആ വിളക്ക് ക്രിസ്തുവാണെങ്കിൽ പുതിയ നിയമത്തിൽ ആ വിളക്ക് ഞാൻ നിങ്ങളുമാകുന്ന തിരുസഭയാ. കത്തുന്ന നിലവിളക്കിന്റെ നടുവിൽ കർത്താവ് ഇറങ്ങി നിൽക്കോ. യോഹന്നാൻ കണ്ട കാഴ്ച എന്താണെന്ന് അറിയാമോ? കത്തുന്ന നിലവിളക്കിന്റെ നടുവിൽ കർത്താവ് ഇറങ്ങി നിൽക്കുന്നു. നീ കത്താൻ തുടങ്ങിയ നിന്റെ പ്രശ്നത്തിന്റെ നടുവിൽ കർത്താവ് ഇറങ്ങി നിൽക്കുന്നതിന് നീ കാണും. വൈഡകരാജന ഘടകര റിമനഗജാരക ജഗരക റിമനഗജാരക ജഗരക റിമനഗജാരക ജഗനഗ ഡഗജന. ജീസസ് അബപ്രവാചിയാരഹഠനാദിയ. ഇരുട്ടെന്ന് പറയുന്നത് ന്യായവിധിയാണ്. ആമേൻ. ഇന്ന് രാത്രികാലം ഇന്നലകളിൽ എവിടെയെങ്കിലും ഒരു ന്യായവിധി, ആമേൻ, നമുക്ക് ചിലപ്പോൾ അത് അംഗീകരിക്കാൻ ബുദ്ധിമുട്ടായിരിക്കാം. നമ്മുടെ ഫോർഫാദേഴ്സിൽ ഏതെങ്കിലും ഒരു കേഴ്സോ ജഡ്ജ്മെന്റോ കിടപ്പുണ്ടെങ്കിൽ, എവിടെയെങ്കിലും ഒരു ട്രഡീഷണൽ കേഴ്സ് നമ്മുടെ ആൻസസ്റ്റേഴ്സിന്റെ മേളിൽ, എവിടെയെങ്കിലും നമ്മുടെ ഫാമിലിയുടെ മേളിൽ ഒരു ഫാമിലി കേഴ്സ്, ഒരു ട്രഡീഷണൽ കേഴ്സ് നിങ്ങളെ വേട്ടയാടുന്നുണ്ടെങ്കിൽ, ഇറ്റ് മേ ബി എ ഡിസീസ്. അതിനെ മാറ്റുവാൻ നീ വിളക്ക് കത്തിച്ചാൽ ആ ഇരുട്ട് മാറിപ്പോകും. ഡാർക്ക്നെസ് ഈസ് എ ജഡ്ജ്മെന്റ്. ഞാൻ ഒരു വാക്യം കൂടെ പറയാം. യെശയ്യാ പ്രവചനം 13-ാം അധ്യായം, യെശയ്യാ പ്രവചനം 13-ാം അധ്യായം അതിൻ്റെ 10-ാം വാക്യം ഒന്ന് വായിക്കാമോ? 10-ാം വാക്യം. ആകാശത്തിലെ നക്ഷത്രങ്ങളും നക്ഷത്ര രാശികളും
പ്രകാശം തരികയില്ല. സൂര്യൻ ഉദയത്തിങ്കൽ തന്നെ ഇരുണ്ടുപോകും. അടുത്തത്, ചന്ദ്രൻ പ്രകാശം നൽകുകയില്ല. മൂന്ന് വെളിച്ചങ്ങളാണ് പറയുന്നത്. അതിനെ ഞാൻ ഇപ്പൊ വിശദീകരിക്കുന്നില്ല, അതിലേക്ക് കയറിയ നമ്മുടെ ടോപ്പിക്ക് ഡൈവേർട്ടായി പോകും. നക്ഷത്രത്തിന്റെ വെളിച്ചം, നക്ഷത്ര രാശിയുടെ വെളിച്ചം. ആമേൻ. 2 സൂര്യന്റെ വെളിച്ചം, 3 ചന്ദ്രന്റെ വെളിച്ചം. ഇത് മൂന്ന് ലെവലുകളാണ്. സിംപിളി പറയാം, നക്ഷത്രത്തിന്റെ വെളിച്ചം ഗൈഡൻസ് ആണ്. ആമേൻ. സൂര്യന്റെ വെളിച്ചം എന്ന് പറയുന്നത് പ്രൊമിനൻസ് ആണ്. ആമേൻ. ചന്ദ്രന്റെ വെളിച്ചം എന്ന് പറയുന്നത് കംഫർട്ട്, ആശ്വാസമാണ്. ഈ 3 വെളിച്ചവും ഗൈഡൻസും ഇല്ല, പ്രൊമിനൻസും ഇല്ല, കംഫർട്ടും ഇല്ല, എല്ലാം പോയി. എന്താ കാരണം? അടുത്ത വാക്യം. ആമേൻ. 9 ഞാൻ ഭൂതലത്തെ ദോഷനിമിത്തവും ദുഷ്ടന്മാരെ അവരുടെ അകൃത്യ നിമിത്തവും സന്ദർശിക്കും. ഇനിയും 9 വാക്യം കൂടെ ഒന്ന് കാണിക്കാം. 9 വാക്യം കൂടെ ഒന്ന്. യഹോവയുടെ ദിവസം ക്രൂരമായിട്ടും ക്രോധത്തോടും അതികോപത്തോടും കൂടെ വരുന്നു. ആമേൻ. ദൈവത്തിന്റെ കോപം, that is darkness, the wrath of God. പക്ഷേ വിളക്കൊരുക്കിയാൽ അത് മാറിപ്പോകും. ഇന്ന് രാത്രി ഞാൻ എൻ്റെ ദൈവമക്കളോട് പറയട്ടെ, സംടൈം ഒരുപക്ഷെ നിങ്ങളുടെ കുടുംബങ്ങളിലെങ്ങും അതില്ലായിരിക്കാം. പക്ഷേ ഇന്ന് രാത്രി ഇവിടെ ഇരിക്കുന്നവരിൽ ആരെങ്കിലും പ്രശ്നങ്ങൾ, പ്രതിസന്ധികൾ അലട്ടുമ്പോൾ ഏതെങ്കിലും ഒരു ഫാമിലി ട്രഡീഷണൽ കേഴ്സ് എൻ്റെ മേലുണ്ടോ എന്ന് നിങ്ങൾ ആശങ്കപ്പെടുന്നെങ്കിൽ, ആമേൻ, ഞാനത് പറയുമ്പോൾ എല്ലാവർക്കും ഒരു പക്ഷേ ഡൈജസ്റ്റ് ആയെന്ന് വരികയില്ല. പക്ഷേ കഷ്ടതയുടെ തീച്ചുളയിൽ കൂടി കടന്നു പോകുന്ന ചിലർക്ക് അതിനെ മനസ്സിലാക്കാൻ കഴിയും. ഞാൻ നിങ്ങളോട് പറയുകയാണ്, വിളക്ക് കത്തിക്ക്, ഇരുട്ട് മാറും. ജീസസ്. ആമേൻ. ഡാർക്ക്നെസ് ഓഫ് ജഡ്ജ്മെന്റ്. പക്ഷെ കത്തിച്ചാൽ, വിളക്ക് കത്തിച്ചാൽ അത് മാറും. നീ ദീപം ഒരുക്കണം, സന്ധ്യ മുഴൽ സൂര്യൻ ഉദിക്കുന്നിടം വരെയും. അടുത്തതായി യോബിന്റെ പുസ്തകം 4-ാമത്തെ വിഷയം. യോബിന്റെ പുസ്തകം 34-ാം അധ്യായം അതിൻ്റെ 22-ാം വാക്യം. യോബിന്റെ പുസ്തകം 34-ാം അധ്യായം അതിൻ്റെ 22-ാം വാക്യം. അവിടെ ദുഷ്പ്രവർത്തിക്കാർക്ക് ഒളിച്ചു കൊള്ളേണ്ടതിന് അവിടെ ഇരുട്ടുമില്ല, അന്ധതമസ്സുമില്ല. അപ്പൊ ഇരുട്ടും അന്ധതമസ്സും എന്തിന് പ്രയോജനപ്പെടും? ദുഷ്പ്രവർത്തിക്കാരുടെ ഹൈഡിംഗ് പ്ലേസ് ആണ്. ആമേൻ. ഹൈഡിംഗ് പ്ലേസ് ഓഫ് ദ വിക്കഡ് വൺസ്. ആമേൻ. ഇത് എന്തിനു വേണ്ടിയുള്ളതാണ്? ആമേൻ. ദുഷ്ടന്മാർ മറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇരുട്ട് വ്യാപരിച്ചാൽ അതിനകത്ത് ആരുണ്ടായിരിക്കും? ദുഷ്ടന്മാരുണ്ടായിരിക്കും. അതുകൊണ്ടാണ് പറയുന്നത്, നീ ഇരുട്ട് വരുത്തുന്നു, കാട്ടുമൃഗങ്ങൾ സഞ്ചാരം തുടങ്ങുന്നു. ഇന്നലെ രാത്രി നമ്മൾ ധ്യാനിച്ച വിഷയമാണ്. ഈ ഡാർക്ക്നെസ്, ഇരുട്ട് എന്ന് പറയുന്നത് ദുഷ്ടന്മാരുടെ സീസണാണ്. ആമേൻ. നമ്മൾ ചിലപ്പോ ഒക്കെ പറയത്തില്ലേ, സീസൺ ഓഫ് ഡാർക്ക്നെസ്, സീസൺ ഓഫ് ഡാർക്ക്നെസ്. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, ആമേൻ, ഒരു സീസണിൽ നമ്മൾ നോക്കിയാൽ ഏത് സ്ഥാപനത്തിന്റെ അധികാരത്തിലും കയറി വരുന്നത് ആരായിരിക്കും? തലതിരിഞ്ഞവന്മാരായിരിക്കും. ഏത് പ്രസ്ഥാനത്തിന്റെ മുകളിലും കയറി വരുന്നത് കിറുക്കന്മാരായിരിക്കും. ആമേൻ. എന്താണ് ഇതിന്റെ കാരണം? സീസൺ ഓഫ് ഡാർക്ക്നെസ്. ഇരുട്ട് വരുമ്പോൾ ദുഷ്ടന്മാർ, ആമേൻ, വിക്കഡ് വൺസ് ഹൈഡിങ് ഇൻ ദ ഡാർക്ക്നെസ്. ആമേൻ. അവരതിനകത്ത് സ്വതന്ത്രമാണ്. ആമേൻ. നല്ല മനുഷ്യരെ സംബന്ധിച്ച്, ആമേൻ, വീട്ടിൽ വളർത്തുന്ന ആട്ടിൻകുട്ടിയെ സംബന്ധിച്ച് ഇരുട്ട് വരുമ്പോൾ അത് ഒതുങ്ങും. പക്ഷേ കുറുക്കനെ സംബന്ധിച്ച് ഇരുട്ട് വരുമ്പോൾ അവന് സ്വാതന്ത്ര്യമുണ്ടാകും. ഇന്ന് രാത്രി ദൈവജനം തിരിച്ചറിയണോ? ആത്മീയന്റെ വിശാലത കെട്ടപ്പെടുകയും അനാത്മീയന്റെ വിശാലത വർദ്ധിക്കുകയും ചെയ്യുമ്പോൾ അതാണ് ഇരുട്ട്. പക്ഷെ സഭ പ്രാർത്ഥിച്ചു കയറുമ്പോൾ, സഭ ദീപങ്ങൾ തെളിയിക്കുമ്പോൾ, ആമേൻ, ആത്മീയൻ വിശാലപ്പെടോ, അനാത്മീയൻ ഒതുങ്ങുകയും ചെയ്യോ. ഇന്ന് രാത്രി എത്ര പേർ സത്യത്തെ തിരിച്ചറിയുന്നുണ്ട്? നിന്റെ പ്രസ്ഥാനത്തിനകത്ത്, നിന്റെ ജോലി സ്ഥലത്ത്, നിന്റെ ദേശത്ത്, നിന്റെ കുടുംബത്തിൽ അനാത്മീയൻ ഒതുങ്ങണം െങ്കിൽ നീ പ്രകാശിപ്പിക്കാതെ, നീ പ്രകാശിക്കാതെ, ഞാൻ ചില ഇരുട്ടുകളെ വേഗത്തിൽ പറഞ്ഞു പോകട്ടെ. യോബിന്റെ പുസ്തകം തന്നെ 17-ാം അധ്യായം അതിന്റെ 13-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ, 34:22 നിന്ന് 17:13 വരുമ്പോൾ അവിടെ പറയുകയാണ്, ഞാൻ പാതാളത്തെ എൻ്റെ വീടായി പ്രതീക്ഷിക്കുന്നു,
ഇരുട്ടിൽ ഞാൻ എൻ്റെ കിടക്ക വിരിച്ചിരിക്കുന്നു. ആമേൻ. ഇവിടെ നമുക്ക് കാണുവാൻ കഴിയുന്ന ഒരു ഭാഗമെന്ന് പറഞ്ഞാൽ, ആമേൻ, ഗ്രേവ് ഈസ് ദ ഡാർക്ക്നെസ്, അല്ലെങ്കിൽ മരണത്തെ ഇരുട്ടായി വ്യാഖ്യാനിക്കുകയാണ്. നമ്മൾ 23-ാം സങ്കീർത്തനത്തിലേക്ക് വരുമ്പോൾ നമ്മൾ പറയും കൂരിരുട്ടിൻ്റെ താഴ്വര, പക്ഷേ അത് വാലി ഓഫ് ഡെത്ത് ആണ്. അപ്പം മരണം ഒരു ഇരുട്ടാണ്, മരണം ഒരു ഇരുട്ടാണ്, മരണം ഒരു അന്ധകാരമാണ്. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, മരണത്തിൻ്റെ അന്ധകാരം നിന്റെ ശരീരത്തിന് നേരെ, കുടുംബത്തിന് നേരെ കുതിച്ചു കയറി വരുമ്പോൾ, ആമേൻ, നീ വിളക്ക് കത്തിച്ചില്ലെങ്കിൽ എന്തോ സംഭവിക്കുക? ഇരുട്ട് വ്യാപരിക്കുക. ഒരു മിനിറ്റ് കണ്ണുകളെ അടച്ചാട്ടെ. ഞാൻ ആ വിഷയത്തിൽ നിന്ന് പ്രസംഗിക്കുന്നില്ല, പക്ഷെ ഞാൻ ഒരു മിനിറ്റ് അതിനകത്ത് പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ലാൽ കറ്റൽ ബരാതി, ശരീരങ്ങളെ കീഴ്പ്പെടുത്തുന്ന മരണശക്തികൾ, ശരീരങ്ങൾക്കെതിരെ കൊടികുത്തി വാഴുന്ന രോഗശക്തികൾ, ഇന്ന് രാത്രികാലം യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ നിന്റെ വിളക്കൊന്ന് കത്തിച്ച്, നിന്റെ വിളക്കൊന്ന് കത്തിച്ച്, ഇന്ന് രാത്രി ഞാൻ ഇതിനകത്ത് മരണ അധികാരങ്ങളെ ബ്രേക്ക് ചെയ്യുന്നു. യേശു ക്രിസ്തു യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ മരണത്തിന്റെ അധികാരം അഴിയട്ടെ. മറഞ്ഞു നിൽക്കുന്ന മരണശക്തി every power of death, every darkness of death, Shalbara Pravajiya Badajagam Praudabarthanajara Ralbara Pravajara Gadagarthani Jabandara അന്യഭാഷകളിൽ ആധാരം തുറന്ന് ആരാധിച്ച് കയറിയേ. മരണത്തിന്റെ ശക്തികൾ അകലട്ടെ, മരണബലങ്ങൾ അഴിയട്ടെ, മരണബന്ധനങ്ങൾ അഴിയട്ടെ, മരണബന്ധനങ്ങൾ അഴിയട്ടെ. ബാലറമഹസ്യാജര ശാൽബര രഗച്ചര രഗദിയ രഗജരം പ്രവാജ വൈഡജ രഗജവ പ്രവാജിയ രീബല സർദന രീബല ഘടകാദിയ. ദൈവജനത്തിന്റെ കുടുംബങ്ങളെ ഞാൻ ദൈവിക അധികാരത്തിൽ മുദ്രയിടുന്നു. മരണത്തിന്റെ അധികാരിയായ പിശാചിനെ തന്റെ മരണത്താൽ നീക്കിയ യേശു ക്രിസ്തുവിന്റെ നാമത്തിനാൽ ഞാൻ ദൈവ സഭയ്ക്കകത്ത് മരണപാശങ്ങളെ അറുത്തു മാറ്റുന്നു. ബ്രേക്ക് ദ ഡെത്ത്. മരണത്തിന്റെ അധികാരിയെ ഒതുങ്ങട്ടെ. മരണശക്തികൾ കീഴടങ്ങട്ടെ. അന്യഭാഷകളിൽ ശക്തമായ അന്യഭാഷകളിൽ ജയമെടുത്ത് നിന്റെ ഭവനത്തിനകത്തൊരു മരണം കയറത്തില്ല, നിന്റെ സഭയ്ക്കകത്തൊരു മരണം കയറത്തില്ല, നിന്റെ കുടുംബത്തിനകത്തൊരു മരണം കയറത്തില്ല. പ്രകാശിപ്പിക്കേ. ദൈവശക്തി ചിലരെ തൊടുന്നു, ദൈവശക്തി ചിലരെ തൊടുന്നു. ഇതാ ചിലർ ദർശനങ്ങളിലേക്ക്, ഓ ഒരു ദർശനതല ഓപ്പൺ ആകട്ടെ, ഒരു ദർശനതല ഓപ്പൺ ആകട്ടെ. പ്രവേശ്യ പ്രവാചിയ റീഗല ഘടക ശവപ്രവാദിയ റേബന പ്രവാദിയ. മറഞ്ഞു നിൽക്കുന്ന ചില മരണദിനങ്ങളെ യേശുവിന്റെ നാമത്തിൽ ഞാൻ ക്യാൻസൽ ചെയ്യുന്നു. ദൈവിക അധികാരത്തിൽ ഞാൻ ക്യാൻസൽ ചെയ്യുന്നു. നിന്റെ മരണത്തിന്റെ ദിവസത്തെ പിശാചിന് അധികാരമില്ല. ഇന്നു രാത്രി ദൈവിക അധികാരത്തിൽ മരണബന്ധനങ്ങൾ അഴിയട്ടെ. മരണബന്ധനങ്ങൾ അഴിയട്ടെ. ശക്തമായി ദൈവസഭ അടിച്ചു കയറട്ടെ. ശിഖരക ജഗരബരൈഡബരാജര റബന ജിരക രഗജ രഗജ വൈഡ ജനദ രഗജ റിമന ജനദ റബല
വാർദിബിനി ബഡവ പ്രവാസിയ റാൽബന ചബപ്രവാടി റീബല പ്രൗഢമർത്തനാജിയ റീബജ ഗരഗാചരം പ്രൗഢാർദ്ദന. അകാല മരണങ്ങളെ ഞാൻ ബന്ധിക്കുന്നു, അനർത്ഥങ്ങളെ ഞാൻ ശാസിക്കുന്നു. യേശു ക്രിസ്തുവിന്റെ രക്തത്തിന്റെ അധികാരത്തിൽ, പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ, ദൈവരാജ്യത്തിന്റെ മഹത്വത്തിൽ നിന്നുകൊണ്ട് മരണത്തിന്റെയും പാതാളത്തിന്റെയും ശക്തികളെ ദൈവിക അധികാരത്തിൽ ഞങ്ങൾ പിടിച്ചമർത്തി ബന്ധിച്ച് പാതാളത്തിൽ എറിയുന്നു. ഇനി മരണം ഉണ്ടാകുകയില്ല. സിംഹാസനത്തിൽ ഇരിക്കുന്നവൻ അരുളി ചെയ്യുന്നു, ഇനി മരണം ഉണ്ടാകുകയില്ല. കരമുയർത്തി വെളിപ്പാട് പുസ്തകത്തിലെ വാക്യമൊന്ന് പറഞ്ഞ്, മരണം ഉണ്ടാകുകയില്ല, മരണം ഉണ്ടാകുകയില്ല, മരണം ഉണ്ടാകുകയില്ല, മരണം ഉണ്ടാകുകയില്ല. പ്രവാശിയ ഈ സമയങ്ങളിൽ ഏതെങ്കിലും ഒരു ദർശനതലം തുറന്നു വന്നാൽ തോന്നലാണെന്ന് പറഞ്ഞ് വിടരുത്. അത് ദൈവം നിങ്ങൾക്ക് നൽകുന്ന ചില കൺഫർമേഷനുകളാണ്. ഇത് ദൈവവചനമായി ഒരു പ്രസംഗത്തിൽ നിന്ന്, ഒരു മനുഷ്യന്റെ വായിൽ നിന്നുള്ള കൺഫർമേഷൻ മാത്രമല്ല, ഒരു മെസ്സേജ് മാത്രമല്ല. ദൈവം ചിലരുടെ വിഷൻ റലം ഓപ്പൺ ചെയ്യുകയാണ്. നീ ചില ദർശനങ്ങളെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇതാ പരിശുദ്ധാത്മാവ് നിന്റെ ഒരു അധികാരം തരുന്നു. അടിച്ചു വെട്ടിക്കള സാത്താനെ. ഏതെങ്കിലും വിഷയത്തിൽ നിങ്ങളെ പരിശുദ്ധാത്മാവ് ഭയങ്കരമായി ടച്ച് ചെയ്താൽ ആ വിഷയത്തെ നിങ്ങൾ മറന്നു പോകരുത്. രാത്രിയിൽ പിന്നെയും പോയിരുന്ന് പ്രാർത്ഥിക്കണം കേട്ടോ. പരിശുദ്ധാത്മാവ് ചിലതിനെ വെളിപ്പെടുത്തുക മാത്രമല്ല, ചിലതിൻ്റെ മേൽ ഭയങ്കരമായ ഒരു അതോറിറ്റി നിങ്ങളുടെ മേൽ തരികയാണ്. ജീസസ്, ജീസസ്, ജീസസ്. ഞാൻ അടുത്ത ഭാഗത്തിലേക്ക് പോകുക. 6-ാമത്തെ വിഷയം, റോമാലേഖനം 2-ാം അധ്യായം 19-ാം വാക്യം. ആമേൻ. വിവേകമില്ലാത്ത ഹൃദയം ഇരുണ്ടുപോയി. ആമേൻ, ആമേൻ. റോമാലേഖനം 2-ാം അധ്യായം 19-ാം വാക്യം എന്ന് വായിക്കും. റോമലേഖനം 2-ാം അധ്യായം 19-ാം വാക്യം തന്നെ, അത് തന്നെ വായിച്ചോട്ടെ. 19-ാം വാക്യം തന്നെ വായിച്ചോട്ടെ. 19 കുരുടർക്ക് വഴി കാട്ടുന്നവൻ. ഇവിടെ ഈ കുരുട് എന്ന് പറയുന്നത് ബുദ്ധിശൂന്യതയെ ഇതായിട്ട് പറയുകയാണ്. എന്നാൽ റോമാലേഖനത്തിൻ്റെ പ്രാരംഭ അധ്യായത്തിൽ തന്നെ മറ്റൊരു വാക്യമുണ്ട്. ദൈവത്തെ ദൈവമെന്നോർത്ത്, ആ വാക്യമൊന്ന് പറഞ്ഞേ. 1:21 എന്ന് പറഞ്ഞേ. ആമേൻ. അവരുടെ വിവേകമില്ലാത്ത ഹൃദയം ഇരുണ്ടുപോയി. ഞാൻ ആ വാക്യത്തെ ഒന്ന് തിരിച്ചു വായിക്കാം. വിവേകമില്ലാത്ത ഹൃദയം ഇരുണ്ടുപോയപ്പോൾ നിരൂപണങ്ങൾ എന്തായി തീർന്നു? ഹൃദയത്തിൽ ഇരുട്ട് കയറിയാൽ നിരൂപണം വ്യർത്ഥമായി പോകും. പ്ലാനുകളെല്ലാം പൊളിഞ്ഞു. അതിൻ്റെ മുകളിലേക്ക് വരുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? ദൈവത്തെ ആരാധിക്കാൻ കഴിയാതെ പോയി. ഇരുട്ട് വന്നാൽ 2 കാര്യങ്ങൾ സംഭവിക്കും. ഒന്ന്, വർഷിപ്പ് ബ്ലോക്ക് ചെയ്യും. ദൈവത്തോടുള്ള താങ്ക്സ് ഗിവിങ് മൈൻഡ്, ഗ്രേറ്റ്ഫുൾനെസ് എന്ത് ചെയ്യും? കട്ടാവും. പിന്നെ മനസ്സിനകത്ത് മുഴുവൻ എന്താകും?
ദൈവം എന്നോട് മാത്രം എന്താ ഇങ്ങനെ, ദൈവം എന്നോട് മാത്രം എന്താ ഇങ്ങനെ. ഹൃദയത്തിൽ ദൈവത്തോടൊരു ഗ്രഡ്ജ്, ദൈവവുമായിട്ടുള്ള ആ ഒരു യൂണിറ്റി നഷ്ടപ്പെടും, ആ ഫെലോഷിപ്പ് നഷ്ടപ്പെടും. ദൈവത്തെ ദൈവമെന്ന് അറിഞ്ഞു, പക്ഷേ അറിഞ്ഞതിനൊത്തവണ്ണം എന്ത് ചെയ്യാൻ കഴിയുന്നില്ല, ദൈവത്തെ ഓർക്കാൻ കഴിയുന്നില്ല, നന്മകളെ ഓർക്കാൻ കഴിയുന്നില്ല. നമ്മുടെ ഫോക്കസ് മുഴുവൻ എങ്ങോട്ട് പോയെന്നറിയാമോ? ഫോക്കസ് മുഴുവനും കഷ്ടതയിലേക്ക് പോയി. നന്മകളിലേക്കൊന്നും ഒരു ഫോക്കസ് ഇല്ല, തിന്മകളിലേക്ക് മാത്രം ഫോക്കസ്. എൻ്റെ സഹോദരങ്ങളെ, ഞാൻ ഈ നാളുകളിൽ കണ്ടുവരുന്ന ഒരു കാര്യം, അത്താഴപ്പട്ടിണിക്കാരൻ്റെ മക്കൾക്കൊന്നും ഡിപ്രഷനില്ല. ഹൈ ലെവലിൽ ജീവിക്കുന്നവരുടെ മക്കൾക്കാണ് ഇന്ന് ഡിപ്രഷൻ. ചിലപ്പോൾ ഒക്കെ ഇതുങ്ങളെ കൗൺസിൽ ചെയ്തിട്ട് ഇറങ്ങി വരുമ്പോൾ നമ്മൾ മനസ്സിൽ ചിന്തിക്കും, 2 എണ്ണം കൊടുത്തായിരുന്നെങ്കിൽ ഡിപ്രഷൻ എല്ലാം മാറിയ, 2 പൊട്ടീര് കൊടുത്തത് തീരും. അസ്ഥി ഉരുകത്തക്കവണ്ണം അങ്ങോട്ട് നല്ല ലബോറിയസ് വർക്ക് അങ്ങോട്ട് കൊടുത്തു നോക്ക്, പകുതി ഡിപ്രഷൻ വരും. ചായ ഇടാൻ വീട്ടിൽ ആൻറ്റി ഉണ്ട്, പ്ലേറ്റ് കഴുകാൻ വീട്ടിൽ ആൻറ്റി ഉണ്ട്, തുണി മടക്കിത്തരാൻ വീട്ടിൽ ആൻറ്റി ഉണ്ട്, രാവിലെ തൊട്ട് വൈകുന്നേരം വരെ എല്ലാം ആൻറ്റി ചെയ്യും. പിന്നെ ഞാൻ ഡിപ്രഷൻ അടിക്കാതിരിക്കുമോ? ദൈവത്തിൻ്റെ നന്മകളിലേക്ക് ഫോക്കസ് പോകുന്നില്ല. ഫോക്കസ് മുഴുവൻ എന്താണ്? ആമേൻ. അത് ഇപ്പോഴത്തെ മീഡിയാസ് മുഴുവൻ അതല്ലേ പ്രൊമോട്ട് ചെയ്യുന്നത്. 6-ാമത്തെ വയസ്സിൽ ഞാൻ അബ്യൂസ് ചെയ്യപ്പെട്ടിട്ടുണ്ട്, 8-ാമത്തെ വയസ്സിൽ എനിക്ക് മീൻ വറുത്തത് തന്നില്ല, 9-ാമത്തെ വയസ്സിൽ എന്നെ ക്ലാസ്സിലിരുന്ന കുട്ടി ബെഞ്ചിൽ നിന്ന് തള്ളി, എൻ്റെ ഉള്ളിൽ ഒത്തിരി വൂൺസ് കിടപ്പുണ്ട്, ഞാൻ ഡിപ്രഷനിലാണ്. അത് പാസ്റ്റേഴ്സിന് മനസ്സിലാവത്തില്ല. പക്ഷേ എൻ്റെ സൈക്യാട്രിസ്റ്റ് എന്നോട് പറഞ്ഞു, യു ആർ ഇൻ എ ഇൻറ്റൻസീവ് ഡിപ്രഷൻ. എൻ്റെ സഹോദരങ്ങളെ, ഫോക്കസ് തെറ്റിപ്പോയി, അവിടെയാണ് ഡിപ്രഷൻ. അമ്മേ, നിങ്ങൾ എവിടെയെങ്കിലും ഒരു സൈക്യാട്രിസ്റ്റിൻ്റെ വാതിൽക്ക് ചെന്ന് നിന്ന് നോക്ക്. ഒരു അത്താഴപ്പട്ടിണിക്കാരൻ്റെ പിള്ളേരെയും കൊണ്ട് അവിടെ ആരും വന്നിരിപ്പില്ല. അവരെയും കൊണ്ട് ഈ മരുന്ന് മേടിച്ച് കഴിക്കാനും നിവർത്തിയില്ല. അമ്മേ, അപ്പം ദൈവം നന്മ ചെയ്യാഞ്ഞിട്ടാണോ? അല്ല, ഫോക്കസ് തെറ്റിപ്പോയി. ദൈവത്തെ അറിഞ്ഞു, നന്മ അറിഞ്ഞു, പക്ഷേ ഓർക്കാനും പറ്റുന്നില്ല, വർഷിപ്പ് ചെയ്യാനും കഴിയുന്നില്ല. അങ്ങനെ ഇവരുടെ പ്ലാനുകൾ മുഴുവൻ എന്തായി തീരുകയാ? വ്യർത്ഥമായി തീരുകയാ. ആ അവസ്ഥയുടെ പേരാണ് ഡാർക്ക്നെസ്. ഇന്ന് രാത്രി ഞാൻ ഇതിനകത്ത് പറയട്ടെ, അഹരോനെ നീ ഒരുക്കിക്കോണം, രാത്രിയിൽ നിന്റെ വിളക്ക് കത്തിക്കോണം. അഹരോനെ നീ ഒരുക്കിക്കോണം, രാത്രിയിൽ നിന്റെ വിളക്ക് കത്തിക്കൊള്ളണം. ജീസസ്. ഞാൻ ഇതിനകത്തിരിക്കുന്ന മാതാപിതാക്കളോട്, വളർന്നു വരുന്ന കുഞ്ഞുങ്ങളുടെ മാതാപിതാക്കളോട് പറയുകയാണ്, കഴിഞ്ഞ ഒരാഴ്ച ഞാൻ ഇവിടേക്ക് വരുന്നതിൻ്റെ തലേ ദിവസം ഒരാളുടെ അടുക്കൽ ഞാൻ സംസാരിച്ചപ്പോൾ ആ കുഞ്ഞിൻ്റെ അടുത്ത് ചോദിച്ചു, പാസ്റ്റർ ചാച്ചൻ എന്നെ എൻകറേജ് ചെയ്യുവാണോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഞാൻ എൻകറേജ് ചെയ്യാനല്ല നോക്കുന്നത്, നിന്നെ ഒന്ന് പ്രൊവോക്ക് ചെയ്യാനാണ് നോക്കുന്നത്. പേരൻസിൻ്റെ അടുക്കൽ ഞാൻ പറയട്ടെ, കുഞ്ഞുങ്ങളെ സ്ട്രോങ് ആക്കി വളർത്തുക, പാമ്പർ ചെയ്ത് വളർത്തുകയല്ല, സ്ട്രോങ് ആക്കി വളർത്തുക. അവരൊരു ഇൻറ്റൻസീവ് ഡിപ്രഷനിലേക്ക്, തിന്മയിലേക്ക് ഫോക്കസ് ചെയ്യാൻ അവരെ അനുവദിക്കാതെ മേക്ക് ദം സ്ട്രോങ്, മേക്ക് ദം സ്ട്രോങ്. ആമേൻ. ഞാൻ അടുത്ത ഭാഗത്തിലേക്ക് വരട്ടെ. 7-ാമത്തെ വിഷയം. ആമേൻ. മത്തായി സുവിശേഷം 8-ാം അധ്യായം അതിൻ്റെ 12-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ, മത്തായി സുവിശേഷം 8, ഞാൻ പറഞ്ഞു പോകുന്നു എന്ന് മാത്രം. ആമേൻ. ഇരുളിലേക്ക് തള്ളിക്കളയും, അവിടെ കരച്ചിലും പല്ലുകടിയും ഉണ്ടാകുമെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. ഏറ്റവും പുറത്തെ ഇരുട്ട്, എവേ ഫ്രം ഗാഡ്, എവേ ഫ്രം ദ പ്രസൻസ് ഓഫ് ഗാഡ്. ദൈവ സാന്നിധ്യത്തിൽ നിന്ന് അകന്നു പോകുമ്പോൾ അതിൻ്റെ പേരാണ് ഇരുട്ട് എന്ന് പറയുന്നത്. നാം മുമ്പേ പുറപ്പാട് പുസ്തകത്തിലെ വാക്യം വായിച്ചപ്പോൾ ഒരു കാര്യം കണ്ടു. മിസ്രൈമിലെങ്ങും കൂരിരുട്ടുണ്ടായി, ആരും തൻ്റെ സ്ഥലം വിട്ട് എഴുന്നേറ്റില്ല. എന്നാൽ അടുത്ത ഭാഗത്ത് പറയുന്നു, ഇസ്രായേലിയരുടെ വാസസ്ഥലങ്ങളിലോ വെളിച്ചം ഉണ്ടായിരുന്നു. പ്രസൻസ് ഓഫ് ഗാഡ്. ആമേൻ. തൊട്ട് ഞാൻ മുമ്പോട്ട് പോവുകയാണ്.
ആമേൻ. ലൂക്കോസിന്റെ സുവിശേഷം 22:53. യേശു കർത്താവ് അടുത്തതായി ഒരു ഇരുട്ടിനെ കുറിച്ച് അവിടെ പറയുകയാണ്. ലൂക്കോസ് 22:53. ആ ഇരുട്ട് എന്ന് പറയുന്നത്, ആമേൻ, എന്നാൽ ഇത് നിങ്ങളുടെ നാഴികയും ഇരുളിൻ്റെ അധികാരവുമാകുന്നു. ഇരുളിൻ്റെ അധികാരമെന്ന് കർത്താവ് ഇവിടെ പറയുന്നത് ആരുടെ അധികാരത്തെയാണ് പറയുന്നത്? ഇത് ഇരുളിൻ്റെ അധികാരം, കയ്യഫാവിൻ്റെ, ഹന്നാവിൻ്റെ, പീലാത്തോസിൻ്റെ, കൈസറുടെ അധികാരം. ആമേൻ. ഡൊമിനന്റ് പവേഴ്സ് ഓഫ് ദ വേൾഡ്. ആമേൻ. പൊളിറ്റിക്കൽ പവർ, ആമേൻ, ഫിനാൻഷ്യൽ പവർ, ആമേൻ, ഇന്റലക്ച്വൽ പവർ, മനുഷ്യൻ്റെ ഈ ലോകത്തിൻ്റെ ജ്ഞാനം. അതുകൊണ്ടാണ് കർത്താവ് പറയുന്ന, അതുകൊണ്ടാണ് യാക്കോബ് അപ്പോസ്തലൻ പറയുന്ന ഒരു ഭാഗമുണ്ട്, ഈ ലോകത്തിൻ്റെ മക്കൾ വെളിച്ച മക്കളെക്കാട്ടിലും ബുദ്ധിയുള്ളവർ അല്ലോ എന്ന്. അപ്പോൾ ഈ ലോകത്തിൻ്റെ മക്കളെ വെളിച്ച മക്കളും, അപ്പോൾ ഈ ലോകത്തിൻ്റെ മക്കളാരാ? ഇരുട്ടിൻ്റെ മക്കൾ. എൻ്റെ സഹോദരങ്ങളെ, പൊളിറ്റിക്കൽ ഡൊമിനൻസ്, ആമേൻ, ഈ വിധമായിട്ടുള്ള മാനുഷിക അധികാരത്തിൻ്റെ ഡൊമിനൻസിന് കർത്താവ് പറഞ്ഞ ഒരു പേരാണ് ഇരുള് എന്ന് പറയുന്നത്. ആമേൻ. ഞാൻ ഒരിക്കൽ കൂടെ പേഴ്സണലി ആ വിഷയത്തെ പറഞ്ഞു മുമ്പോട്ട് പോവുകയാണ്. നിങ്ങളുടെ പ്രസ്ഥാനങ്ങളിൽ, നിങ്ങളുടെ ജോലി സ്ഥലങ്ങളിൽ പൊളിറ്റിക്കൽ, ആമേൻ, അജണ്ടകൾ പൊങ്ങി വരുമ്പോൾ, ആമേൻ, വർഗീയമായിട്ടുള്ള അജണ്ടകൾ പൊങ്ങി വരുമ്പോൾ, ലോകത്തിൻ്റെ അധികാരങ്ങൾ പൊങ്ങി വരുമ്പോൾ, നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിച്ചു കൊള്ളണം. സ്തോത്രം. നമ്മുടെ വിളക്കുകൾ കത്തിക്കേണ്ട, നമ്മുടെ പ്രകാശങ്ങൾ തെളിയേണ്ട സമയമാണിത്. സ്തോത്രം. നിങ്ങളൊന്ന് ശ്രദ്ധിച്ചേ, എപ്പോഴൊക്കെ ഇരുട്ടിൻ്റെ അധികാരം സംഭവിക്കുമ്പോഴും അവിടെ ഒരു മത രാഷ്ട്രീയ കൂട്ടുകെട്ടിനെ നമുക്ക് കാണുവാൻ കഴിയും. മതരാഷ്ട്രീയ കൂട്ടുകെട്ടിനെ ഞാൻ രണ്ട് ഭാഗങ്ങൾ പറയാം. യേശു കർത്താവിൻ്റെ ക്രൂശീകരണ വേള ഹന്നാവും കയ്യഫാവും എന്ന രണ്ട് മഹാപുരോഹിതന്മാരും പീലാത്തോസും ഹെരോദാവും കൂടെ ഇപ്പോൾ എന്തായി? ആമേൻ, അവിടെ കണക്റ്റഡ് ആയി തീർന്നു. സ്തോത്രം. ആഹാബും മന്ത്രവാദികളും കൂടെ എന്തായി തീർന്നു? കണക്റ്റായി തീർന്നു. ശൗലും വെളിച്ചപ്പാടത്തെയും കൂടെ എന്തായി തീർന്നു? കണക്റ്റായി തീർന്നു. എപ്പോഴൊക്കെ ഒരു ഈവിൽ ഡൊമിനൻസ് വരുമ്പോഴും പൊളിറ്റിക്കൽ അതോറിറ്റിയും, ആമേൻ, ഈ സോഴ്സറി പവർ, അന്ധകാര മാജിക്കൽ പവേഴ്സും കൂടെ, അല്ലെങ്കിൽ റിലീജിയനും, ആമേൻ, ഈ പൊളിറ്റിക്കൽ അതോറിറ്റിയും തമ്മിലൊരു ഭയങ്കര കണക്ഷൻ ഉണ്ടാകും. ആ സീസണിൻ്റെ പേരാണ് എന്ത് എന്ന് പറയുന്നത്? ആമേൻ, ഇരുട്ടിൻ്റെ അധികാരം എന്ന് പറയുന്നത്. ആമേൻ. ഇന്ത്യൻ പാർലമെൻറ്റിൻ്റെ ഉദ്ഘാടനത്തിന്, ആമേൻ, തുണി ഉടുക്കാത്ത, ചായം പൂശിയ, കോലും മടിയും ശൂലവും പിടിച്ച ഭോഷന്മാർ കയറി വരുമ്പോൾ ദൈവജനം തിരിച്ചറിയണം, അത് ഇരുട്ടിൻ്റെ അധികാരമാണ് എന്ന് തിരിച്ചറിയണം. സ്തോത്രം. ലോകത്തിൻ്റെ അധികാരങ്ങൾ മുഴുവനും ഇന്ന്, ആമേൻ, അധികാരികൾ ഇലക്ഷൻ്റെ തലേന്ന് രാജ്യത്തിൻ്റെ അധികാരി ഗുഹയിൽ പോയിരിക്കുന്നു. ആമേൻ. ക്രിസ്തീയ തലമുറയിൽ ജനിച്ചു വളർത്തപ്പെട്ട, ക്രിസ്തീയ കുടുംബത്തിൽ ജനിച്ചു വളർത്തപ്പെട്ടവർ പോലും ജനപ്രതിനിധി തിരിച്ചറിയണം, ഇത് എന്താണ്? ഇരുട്ടിൻ്റെ അധികാരമാണ്. ഈ ഇരുട്ടിൻ്റെ അധികാരം പൊങ്ങി വരുമ്പോൾ ഒരു ദൈവജനം വിളക്ക് കത്തിക്കുന്നവരായിരിക്കണം. അഹരോനെ, നീ രാത്രിയിൽ ഇരുട്ട് വ്യാപരിക്കുമ്പോൾ വിളക്കൊരുക്കണം. സൂര്യൻ ഉദിക്കുന്നിടം വരെയും നിന്റെ ഒരുക്കത്തിനകത്ത്, നീ നിറച്ച എണ്ണയ്ക്കകത്ത് സഭയുടെ വിളക്ക് കത്തിക്കൊണ്ടിരിക്കണം എന്ന് പറയുകയാണ്. ആമേൻ. അടുത്തതായി എഫെസ്യ ലേഖനം 5:8 അതിലേക്ക് വരുമ്പോൾ ഇരുട്ട് എന്ന് പറയുന്നത് രക്ഷിക്കപ്പെടാത്ത അവസ്ഥയാണ്. ഞാൻ ഈ ഒരു ഭാഗമായുണ്ട്, നോട്ട് എഴുതുന്നവരും കൂടെ ഉണ്ടായതുകൊണ്ട് ഞാനത് പറഞ്ഞു പോകുന്നു. 1-2 ഭാഗം. മുമ്പേ നിങ്ങൾ ഇരുളായിരുന്നു, ഇപ്പോഴോ കർത്താവിൽ വെളിച്ചമാകുന്നു. രക്ഷിക്കപ്പെടാത്ത ഒരു അവസ്ഥ ഇരുട്ടാണ്. സ്തോത്രം. വീണ്ടും അതിനോട് ചേർത്ത് ഒരു ഭാഗം കൂടെ ഞാൻ പറയട്ടെ. റോമാലേഖനം 13:12 വരുമ്പോൾ അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത്, സ്തോത്രം, ഇരുട്ടിൻ്റെ നിഷ്ഫല പ്രവർത്തികൾ എന്ന് നമുക്ക് കാണുവാൻ കഴിയും. ഇരുട്ടിൻ്റെ പ്രവർത്തികൾ. സ്തോത്ം. ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ ദുർസ്വഭാവങ്ങളെ ഇരുട്ടായിട്ടാണ് അപ്പോസ്തലൻ പറയുന്നത്. ഇതിന് എത്രയോ വാക്യങ്ങളുണ്ട്. ലൂക്കോസിൻ്റെ സുവിശേഷം 11:36 വരുമ്പോൾ പറയുന്നു, നിന്റെ കണ്ണ് വെളിച്ചമുള്ളതാകണം, നിന്റെ കണ്ണ് അന്ധകാരപ്പെട്ടാൽ ശരീരം മുഴുവൻ അന്ധകാരപ്പെടും, അങ്ങനെ നീ മുഴുവനും കുഴപ്പമായി തീരും. ഇതൊക്കെ പറയുന്നു. ആകയാൽ പാപം ഒരു ഇരുട്ടാണ്. പാപത്തിൻ്റെ പ്രലോഭനങ്ങൾ ആഞ്ഞടിച്ച് സഭയ്ക്കെതിരെ, തലമുറകൾക്കെതിരെ വരുമ്പോൾ മഹാപുരോഹിതൻ വിളക്ക് കത്തിക്കുന്നവനായിരിക്കണം, പ്രകാശിപ്പിക്കുന്നവനായിരിക്കണം. ഞാൻ അവസാനമായി ഒരു ഭാഗം കൂടെ പറഞ്ഞിട്ട് എങ്ങനെ പ്രകാശിക്കപ്പെടാമെന്ന് ഒന്ന് വേഗത്തിലൊന്ന് തൊട്ട് പോകട്ടെ. 143 സങ്കീർത്തനം 3 വാക്യം. 143 സങ്കീർത്തനം 3 വാക്യം. ആമേൻ. ശത്രു എൻ്റെ പ്രാണനെ ഉപദ്രവിച്ചിരിക്കുന്നു, അവൻ എന്നെ നിലത്തിട്ട് തകർത്തിരിക്കുന്നു. പണ്ടേ മരിച്ചവരെ പോലെ അവൻ എന്നെ ഇരുട്ടിൽ പാർപ്പിച്ചിരിക്കുന്നു. സ്തോത്രം. ആമേൻ. ഇൻറ്റൻസീവ് അറ്റാക്ക് ഓഫ് എൻമിറ്റി.
ശത്രുവിൻ്റെ ഉപദ്രവം ഭീകരമാകുമ്പോൾ ഉണ്ടാകുന്ന അവസ്ഥയുടെ പേരാണ് ശത്രുവിൻ്റെ ഉപദ്രവത്തിൻ്റെ അതിൻ്റെ ഇൻറ്റൻസിറ്റി കൂടുമ്പോഴുള്ള പേരാണ് ഡാർക്ക്നെസ്. ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ ശത്രു എൻ്റെ പ്രാണനെ ഉപദ്രവിച്ചു. ഈ പ്രാണനെ ഉപദ്രവിക്കുക എന്ന് പറഞ്ഞാൽ അത് വിസിബിൾ അറ്റാക്കാണോ? അല്ല, അത് ഇമോഷണൽ അറ്റാക്കാണ്. അപ്പോൾ ആരംഭത്തിൽ എവിടെയാണ് അറ്റാക്ക് ചെയ്തത്? ഇമോഷണലി അറ്റാക്ക് ചെയ്തത്. പക്ഷെ രണ്ടാമത് എന്താണെന്ന് പറയാമോ? അവൻ എന്നെ നിലത്തിട്ട് തകർത്തു. ഇമോഷണൽ അറ്റാക്ക് ഇപ്പോൾ എന്ത് അറ്റാക്കായി തീർന്നു? ഫിസിക്കൽ അറ്റാക്കായി മാറ്റപ്പെട്ടു. പക്ഷേ മൂന്നാമത്തെ തലത്തിലേക്ക് വന്നപ്പോൾ അവൻ എന്നെ അറ്റാക്ക് ചെയ്യുകയല്ല, അവൻ എന്നെ എന്ത് ചെയ്തു? ഞാൻ എവിടെ താമസിക്കണം, ഞാൻ എവിടെ ഒതുങ്ങണമെന്ന് എൻ്റെ മുകളിലുള്ള ഡിസിഷൻ മേക്കിംഗ് ആരായി തീർന്നു? ശത്രുവായി തീർന്നു. അതാണ് ഇരുട്ട്. When the adversary prevails, that is the darkness of your life. അതൊരു പക്ഷേ മനുഷ്യനായിരിക്കാം, പിശാചായിരിക്കാം, കലീഗായിരിക്കാം, അയൽക്കാരനായിരിക്കാം, സഹവിശ്വാസിയായിരിക്കാം, കൂട്ടുകുടുംബക്കാരനായിരിക്കാം, ആരുമായിരിക്കട്ടെ. ഇമോഷണൽ അറ്റാക്ക് ഫിസിക്കൽ റലത്തിലേക്ക് കയറി അതിനപ്പുറം അവൻ നിന്റെ മേലെ അധികാരം പിടിച്ച് നിന്നെ ഒതുക്കാൻ തുടങ്ങുമ്പോൾ അതിൻ്റെ പേർ ഇരുട്ടെന്നാണ്. Any of you in the darkness? നിങ്ങളിൽ ആരെങ്കിലും ഡാർക്ക്നെസ്സിനകത്തേക്ക് വരുന്നോ? ഇന്ന് രാത്രി ഒരു ശത്രു നിനക്കെതിരെ ഉയരുന്നുണ്ടെങ്കിൽ അതിൻ്റെ പേർ ഇരുട്ട് എന്നാണ്. ഒരു മനുഷ്യൻ നിന്നെ ഉപദ്രവിച്ചാൽ അതിൻ്റെ പേർ ഇരുട്ട് എന്നാണ്. ഒരുത്തൻ നിന്നെ വല്ലാതെ ആക്ഷേപിച്ചാൽ, ഒരുത്തൻ നിന്നെ വല്ലാതെ മാനസികമായി മുറിപ്പെടുത്തിയാൽ അതിൻ്റെ പേർ ഇരുട്ടെന്നാണ്. ഒരുത്തൻ ഫിസിക്കലി നിന്നെ എൻക്രോച്ച് ചെയ്താൽ അതിൻ്റെ പേർ ഇരുട്ട് എന്നാണ്. ഒരുത്തൻ നിന്റെ വഴി അടച്ചാൽ അതിൻ്റെ പേർ ഇരുട്ട് എന്നാണ്. ഈ ഇരുട്ട് നിനക്കെതിരെ കടന്നു വരുമ്പോൾ നീ എന്ത് ചെയ്യണം? വിളക്ക് കത്തിക്കണം. ജീസസ്. വിളക്ക്, നിന്റെ വിളക്ക് കത്തിച്ചു കൊണ്ടിരുന്നാൽ ശത്രുവിന് നിന്നെ കീഴ്പ്പെടുത്താൻ കഴിയത്തില്ല. ഈ 2024 അവസാനത്തെ ഉപവാസ പ്രാർത്ഥനകളിൽ നമ്മുടെ വിളക്കുകളൊന്ന് കത്തണം. എൻ്റെ സഹോദരങ്ങളെ, കഴിഞ്ഞ വർഷത്തിൽ പലതും നിങ്ങൾക്ക് നഷ്ടമായി പോയി കാണും. ആമേൻ. ജീവിതത്തിൽ സ്പിരിച്വലി, ഫിനാൻഷ്യലി, മെറ്റീരിയലി, റിലേഷൻ വൈസ് ഏതെങ്കിലുമൊക്കെ നഷ്ടങ്ങൾ വന്നിട്ടുണ്ടായിരിക്കാം. നഷ്ടമായി പോയത് കിട്ടണമെങ്കിൽ ആദ്യം ചെയ്യേണ്ടത് എന്താ? നഷ്ടമായി പോയത് തിരികെ കിട്ടണമെങ്കിൽ ആദ്യം ചെയ്യേണ്ടത് എന്താ? വിളക്ക് കത്തിക്കണം. ഒരു സ്ത്രീക്ക് 10 ദ്രഹ്മയുണ്ടായിരുന്നു, അതിലൊന്ന് കാണാതെ പോയി. തിരിച്ചു പിടിക്കാൻ അവൾക്കൊരു തീരുമാനമുണ്ടായി. ജീവിതത്തിലെ നഷ്ടങ്ങളെ തിരിച്ചു പിടിക്കാൻ അവൾക്കൊരു തീരുമാനമുണ്ടായി. അവൾ ആദ്യം ചെയ്തത് എന്താണെന്നറിയാമോ? വിളക്ക് കത്തിച്ചോ. ഇന്ന് രാത്രി ആമേൻ, എവിടെ നഷ്ടപ്പെട്ട് മറഞ്ഞു കിടക്കുന്ന സാധനമായിരുന്നാല് നീ വിളക്ക് കത്തിച്ചാൽ അത് പുറത്തു വരാൻ തുടങ്ങും. ഈ 2024 ഇയർ എൻഡിങ് ഫാസ്റ്റിംഗിൽ നീ കത്തിക്കാൻ ഒരുക്കമാണെങ്കിൽ ജീസസ്. ആമേൻ, ആമേൻ. എങ്ങനെ നമുക്ക് ഈ വിളക്കിനെ കത്തിക്കാം? എങ്ങനെ ഈ വിളക്കിനെ കത്തിക്കാം? ജീസസ്. ഞാൻ 2 പോയിന്റ് മാത്രം പറഞ്ഞ് പ്രാർത്ഥനയിൽ കയറുക. ഇതിന് അധികമായ ഒത്തിരി ഭാഗങ്ങളുണ്ട്. രണ്ട് വിഷയം. ഫിലിപ്പി ലേഖനം 2-ാം അധ്യായം 15-ാം വാക്യം. ആമേൻ. വക്രതയും കോട്ടവുമുള്ള തലമുറയുടെ നടുവിൽ അനന്യരും പരമാർത്ഥികളും ദൈവത്തിൻ്റെ നിഷ്കളങ്ക മക്കളുമാകേണ്ടതിനെല്ലാം പിറുപിറുപ്പും വാദവും കൂടാതെ ചെയ്യുവീൻ. അവരുടെ ഇടയിൽ നിങ്ങൾ ജീവന്റെ വചനം പ്രമാണിച്ചുകൊണ്ട്, ജീവന്റെ വചനം പ്രമാണിച്ചാൽ എന്തോ സംഭവിക്കും? ജീസസ്. വചനത്തെ മുറുകെ പിടിച്ചാൽ ആമേൻ, ആമേൻ. എൻ്റെ കയ്യിൽ ഒരു സാധനമുണ്ട്. ഞാനത് കർത്താവിൻ്റെ ദാസൻ്റെ കയ്യിൽ നിന്ന് ഷെയർ ചെയ്യാം. പറ്റുമെങ്കിൽ അത് നിങ്ങൾക്ക് തരുവാൻ ഞാൻ എൻ്റെ ഒരു ആശയം ഞാൻ അദ്ദേഹത്തിൻ്റെ അടുക്കൽ പറയാം. ആമേൻ. വചനത്തെ മുറുകെ പിടിച്ചാൽ നീ വിളക്കായിരിക്കും. വല്ലവരും പറഞ്ഞ നെഗറ്റീവിനെ മുറുകെ പിടിക്കരുത്. വല്ലവരും പറഞ്ഞ ആക്ഷേപത്തെ മുറുകെ പിടിക്കരുത്. ജീസസ്. വല്ലവരും പറഞ്ഞ തിന്മയെ മുറുകെ പിടിക്കരുത്. ദൈവത്തിൻ്റെ പ്രോമിസിനെ കയറിപ്പിടിക്കുക. ജീവന്റെ വചനം പ്രമാണിച്ചാൽ നീ ജ്യോതിസ് പോലെ പ്രകാശിക്കും.
രണ്ടാമത്തെ കാര്യം, സ്തോത്രം, കൊരിന്ത്യർക്ക് എഴുതിയ 2-ാം ലേഖനം 4-ാം അധ്യായം 6-ാം വാക്യം. ആമേൻ. കൊരിന്ത്യർക്ക് എഴുതിയ 2-ാം ലേഖനം 4-ാം അധ്യായം 6-ാം വാക്യം. ഇരുട്ടിൽ നിന്ന് വെളിച്ചം പ്രകാശിക്കണമെന്ന് അരുളി ചെയ്ത ദൈവം നിൽക്കട്ടെ. നമ്മൾ എപ്പോഴും പറയുന്നത് എന്താണെന്നറിയാം? കർത്താവേ, എനിക്ക് ഇച്ചിരി വെളിച്ചം തരണേ, വെളിച്ചം തരണേ, വെളിച്ചം തരണേ. കർത്താവ് എന്തോ പറയുന്നറിയാമോ? എടാ, നീ അങ്ങോട്ട് പ്രകാശിക്കാൻ. ഇരുട്ടിൽ നിന്ന് വെളിച്ചം പ്രകാശിക്കണമെന്ന് അരുളി ചെയ്ത ദൈവം. അടുത്തത്, യേശുക്രിസ്തുവിൻ്റെ മുഖത്തിലുള്ള ദൈവതേജസ്സിൻ്റെ പരിജ്ഞാനം വിളങ്ങിക്കേണ്ടതിന് മതി. നിങ്ങൾ പ്രകാശിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? യേശുക്രിസ്തുവിൻ്റെ മുഖത്തിലുള്ള ദൈവതേജസ്സിൻ്റെ പരിജ്ഞാനം നിങ്ങളുടെ മുഖത്തേക്ക് എന്തോ ചെയ്യണം? റിഫ്ലക്റ്റ് ചെയ്യണം. എന്ന് പറഞ്ഞാൽ യേശുക്രിസ്തുവിൻ്റെ മുഖത്ത് നിന്ന് ദൈവതേജസ് ഇങ്ങനെ വരികയാണ്. ആ ദൈവതേജസ് എൻ്റെ മുഖത്ത് റിഫ്ലക്റ്റ് ചെയ്യണമെങ്കിൽ ഞാൻ എങ്ങോട്ട് നോക്കി നിൽക്കണം? ഞാൻ യേശുവിൻ്റെ മുഖത്തേക്ക് നോക്കി നിൽക്കണം. ആമേൻ. യേശുവിൻ്റെ മുഖത്തേക്ക്. ആമേൻ. അതുകൊണ്ടാണ് പറയുന്നത്, ആമേൻ, തേജസ്, അവൻ്റെ തേജസ്സിനെ മൂടുപടം നീങ്ങിയ മുഖത്ത് കർത്താവിൻ്റെ തേജസ്സിനെ കണ്ണാടി പോലെ പ്രതിബിംബിപ്പിക്കുന്നവരായി. അതുകൊണ്ടാണ് പറയുന്നത്, യേശുക്രിസ്തുവിൻ്റെ മുഖത്തുള്ള ദൈവ തേജസ്സിനെ നിങ്ങൾ റിഫ്ലക്റ്റ് ചെയ്യാമെങ്കിൽ, ആമേൻ, നിങ്ങൾക്ക് ഷൈൻ ചെയ്യാൻ കഴിയും, നിങ്ങൾക്ക് പ്രകാശിക്കാൻ കഴിയും. നമുക്ക് സ്വയം പ്രകാശിക്കുവാൻ ഒരു നിവർത്തിയുമില്ല. നിലവിളക്കിൻ്റെ നടുത്തണ്ടിൽ നിന്ന് ഒഴുകി വരുന്ന എണ്ണയാണ് അതിൻ്റെ ശാഖകളെ പ്രകാശിപ്പിക്കുന്നത്. ഇന്ന് രാത്രി ഒരു കാര്യം ദൈവസന്നിധിയിൽ തീരുമാനിച്ചിട്ട് ഞാൻ വചനവുമായിട്ടൊരു വല്ലാത്ത അറ്റാച്ച്മെന്റിൽ കയറാം. എൻ്റെ ദൈവം എന്നോട് പറഞ്ഞ വാഗ്ദത്തങ്ങളെ മുറുകെ പിടിക്കുക. വചനത്തെ ഞാൻ മുറുകെ പിടിക്കും. പ്രവാചകം പ്രൗഢബാനിയ പുസ്തകങ്ങളെ മടക്കിയാട്ട്, കണ്ണുകളെ അടച്ചാട്ട്, അഹരോനെ, നിനക്കൊരു ഒരുക്കം ആവശ്യമാ. രാത്രിയുടെ ഇരുട്ട് വ്യാപരിക്കുമ്പോൾ, ലോകത്തിന്റെ വെളിച്ചം നഷ്ടപ്പെടുമ്പോൾ, അന്ധകാരം ഭൂമിയെയും കൂരിരുട്ട് ജാതികളെയും മൂടുമ്പോൾ, ദൈവത്തിന്റെ ഗ്ലോറിയെ റിഫ്ലക്ട് ചെയ്തുകൊണ്ട് ദൈവത്തിന്റെ തേജസ്സിനെ ഇന്ന് രാത്രി അന്ധകാരങ്ങൾ മാറട്ടെ. ഇന്ന് രാത്രി അന്ധകാരങ്ങൾ മാറട്ടെ. ഒരു വലിയ വെളിച്ചം എന്റെ നടുവിൽ വീശട്ടെ. അതരങ്ങളെ തുറന്ന്, അതരങ്ങളെ തുറന്ന്, പ്രവാചനം പ്രവാച വേരകട ഗർഗന പ്രവശ്യ പാർത്തോനിയ റാൽകൽബ പ്രവശ്യത്തെ. വെളിച്ചങ്ങൾ വീശുന്നു, അന്ധകാരം മാറുന്നു. വെളിച്ചങ്ങൾ വീശുന്നു, അന്ധകാരം മാറുന്നു. ഒരു വെളിച്ചത്തിന് വേണ്ടി അന്ധകാരങ്ങൾ മാറട്ടെ, ഇരുട്ടുകൾ മാറട്ടെ. മരണത്തിന്റെ ഇരുട്ടുകൾ, ശാപത്തിന്റെ ഇരുട്ടുകൾ, പോരിന്റെ ഇരുട്ടുകൾ, ബന്ധനത്തിന്റെ ഇരുട്ടുകൾ ഇന്ന് രാത്രി യേശുക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ ശാസിക്കപ്പെടട്ടെ. വെളിച്ചങ്ങൾ വീശുന്നു, അന്ധകാരം മാറുന്നു. വെളിച്ചങ്ങൾ വീശുന്നു, അന്ധകാരം മാറുന്നു. ദൈവത്തിന്റെ ആത്മാവുള്ളിലാകുമ്പോൾ, ദൈവത്തിന്റെ ആത്മാവുള്ളിലാകുമ്പോൾ പാപത്തിന്റെ എല്ലാ അന്ധകാരവും, പാപത്തിന്റെ എല്ലാ അന്ധകാരവും എല്ലാ ഉള്ളത്തിൽ നിന്നും നീങ്ങിപ്പോകട്ടെ, എല്ലാ ഉള്ളത്തിൽ നിന്നും നീങ്ങിപ്പോകട്ടെ. വെളിച്ചങ്ങൾ വീശുന്നു, അന്ധകാരം മാറുന്നു. ഒരു മിനിറ്റ് കഴിയുമെങ്കിൽ എഴുന്നേറ്റ് നിന്ന് കരമടിച്ച്, ആത്മാവുള്ളിലാകുമ്പോൾ, ദൈവത്തിന്റെ ആത്മാവുള്ളിലാകുമ്പോൾ വെളിച്ചങ്ങൾ വീശുന്നു, വെളിച്ചങ്ങൾ വീശുന്നു. ഓ ദൈവത്തിന്റെ ആത്മാവ് രഗരാജന വൈരകരക്ഷേ. ഓ വെളിച്ചങ്ങൾ വീശുന്നു, ആ വെളിച്ചങ്ങൾ വീശുന്നു. ഓ ദൈവത്തിന്റെ, ഓ ദൈവത്തിന്റെ, ഓ വെളിച്ചങ്ങൾ വീശുന്നു, വെളിച്ചങ്ങൾ വീശുന്നു. 173
173. ദൈവത്തിന്റെ ആത്മാവുള്ളിലാകുമ്പോൾ ദൈവത്തിന്റെ തേജസ് ഇന്നിവിടെ. ദൈവത്തിന്റെ തേജസ് 173. വെളിച്ചമായി ഓ ആത്മസന്തോഷം കൊണ്ടാൻ ആത്മവാരി ശബലാചാരകരത്തെ ആത്മവാരി ശാരാചാരാക. ഓ ദൈവത്തിന്റെ തേജസ്, ഓ ദൈവത്തിന്റെ തേജസ്, ഓ പ്രകാശിക്ക ശബലാചാര വൈരാചാര വിവരാജ വൈരാരാക. ഓ പാപത്തിന്റെ എല്ലാ, ഓ പാപത്തിന്റെ ദൈവശക്തിയുടെ അധികാരത്തെ സകല ഇരുപ്പിന്റെ ആധിപത്യങ്ങളെ ദൈവത്തിന്റെ ദൈവ ശക്തിക്കകത്ത് വെളിച്ചങ്ങൾ വീശുന്നു. ഓ വെളിച്ചങ്ങൾ വീശുന്നു, വെളിച്ചങ്ങൾ വീശുന്നു. ഓ ദൈവത്തിന്റെ ഉള്ളിലാകുമ്പോൾ വെളിച്ചങ്ങൾ വീശുന്നു, വെളിച്ചങ്ങൾ വീശുന്നു. ദൈവത്തിന്റെ ഓ വെളിച്ചങ്ങൾ വീശുന്നു. ദൈവത്തിന്റെ ആത്മാവ്, ഓ ദൈവത്തിന്റെ വെളിച്ചങ്ങൾ വീശുന്നു, ഓ വെളിച്ചങ്ങൾ വീശുന്നു. Thank you, Lord. ദൈവം നമുക്ക് പ്രാർത്ഥനയോട് അല്പസമയം കൂടി ഇരിക്കാം. ഹല്ലേലൂയ. പ്രകാശിക്കുവാൻ വേണ്ടിയ ദൈവം നമ്മളെ ഈ ദേശത്തിലാക്കി വെച്ചിരിക്കുന്നത്, പ്രത്യേകിച്ച് ഈ സഭയെ നിങ്ങളെ കൊണ്ടുവന്നിരിക്കുന്നതും ഈ സഭയെ നിങ്ങൾ ആക്കി വെച്ചിരിക്കുന്നത് പ്രകാശിക്കുവാൻ വേണ്ടിയാ. ഒതുങ്ങി പോകുവാനല്ല. വാക്കുകൾ കേട്ട് ആമേൻ സാഹചര്യങ്ങളെ നോക്കി നിങ്ങൾ ഒതുങ്ങി പോകുവാനും ഇരുട്ടിന്റെ അനുഭവത്തിൽ പോകുവാനല്ല. മനുഷ്യരെ പറഞ്ഞിട്ട് കാര്യമില്ല, ദൈവദാസനെ പറഞ്ഞിട്ട് കാര്യമില്ല, കൂട്ടുവിശ്വാസിയെ പറഞ്ഞിട്ട് കാര്യമില്ല. നിങ്ങളുടെ ദൈവം വെച്ചിരിക്കുന്നത് നട്ടിരിക്കുന്നത് ഹല്ലേലൂയ പ്രകാശിക്കുവാൻ വേണ്ടി മാത്രം. ഹല്ലേലൂയ. കൂട്ടുവിശ്വാസിയോട് ദൈവം ചോദിക്കത്തില്ല, ദൈവദാസനോട് ചോദിക്കത്തില്ല, നിങ്ങളോട് അവസരം തന്നിരിക്കുന്ന നിങ്ങളോട് ദൈവം ചോദിക്കും. ദൈവം ഒരു അവസരം ഇന്ന് നിങ്ങൾക്ക് നൽകി തരുന്നു. എനിക്ക് ദൈവം നൽകുന്നു പ്രകാശിക്കുവാൻ, എഴുന്നേറ്റ് പ്രകാശിക്കുവാൻ. പ്രകാശം വന്നിരിക്കുന്നു. ഓ, ഞാൻ ദൈവത്തെ ഒത്തിരി സ്തോത്രം പറയുന്നു. ഈ വർഷത്തിലെ അവസാനം ദിവസങ്ങളിൽ വന്നിരിക്കുമ്പോൾ ഒരു പ്രകാശം ദൈവസഭയ്ക്ക് ദൈവം നൽകുന്നു. ഓ ഹല്ലേലൂയ. ക്ഷീണിച്ചിരിക്കുന്ന വാഗ്ദത്തങ്ങൾ ദൈവം നനവ് നൽകുന്നു. അതിനായി സ്തോത്രം. Thank you, Lord. Hallelujah.
നാളെ നമ്മുടെ ആരാധന ദിവസമാണല്ലോ. നാളെ വൈകുന്നേരത്തെ ആരാധനയില് കർത്താവദാസൻ സാം പാസ്റ്റർ ഉണ്ടായിരിക്കും. 7:15 സഭായോഗം തുടങ്ങും. അത്യാവശ്യമായി സാക്ഷ്യങ്ങൾ പറയുവാനുള്ള പ്രിയപ്പെട്ടവർ നേരത്തെ എന്നോട് പറയണം. പ്രൈസ് ദി ലോർഡ്. ദേവദാസൻ കൂടുതൽ സമയം കൊടുക്കണം. നാളെ നമ്മളെ സനിൽ കുമാർ ബ്രദറിന്റെ ഫെയർവെൽ ഉണ്ട്. അതിനുവേണ്ടി ഒരു 5-10 മിനിറ്റ് സ്പെൻഡ് ചെയ്യണം. ICP ഒരു ദേവദാസനുണ്ട്. അതെല്ലാം കാര്യങ്ങൾ നടക്കണം. ദൈവമക്കൾ ശക്തമായി നാളത്തെ ആരാധന വഹിച്ച് പ്രാർത്ഥിക്കണം. ശനിയാഴ്ച രാവിലെയും വൈകുന്നേരം ഇതേ ഹാളിലായിരിക്കും. നമുക്ക് ബോഷ് ഹാൾ ലഭിച്ചത് 9 മണിക്കായിരുന്നു. അത് നമ്മൾ എടുക്കുന്നില്ല. ബിക്കോസ് 10 മണിക്ക് ഈ ഹാള് നമുക്ക് നല്ലൊരു സമയമാണ്. 10 മണി തുടങ്ങി 12 മണി വരെ ശനിയാഴ്ച രാവിലെ ദേവദാസ് നമ്മളൊരു നല്ലൊരു കാണും. വൈകുന്നേരം 7 മണിക്കായിരിക്കും. ശനിയാഴ്ച 7 മണിക്കായിരിക്കും. 7 മണി തുടങ്ങി 9 മണി വരെ മീറ്റിംഗ് കാണത്തുള്ളൂ. നിങ്ങൾക്ക് അടുത്ത ദിവസം ഡ്യൂട്ടിക്ക് പോകാനുള്ള കാര്യങ്ങളുണ്ടല്ലോ. ദൈവത്തിന് നമുക്ക് കണ്ണുകളടയ്ക്കാം, പ്രാർത്ഥിക്കാം. പ്രിയ റോയിച്ചൻ ബ്രദർ ചുരുക്കമായി ഈ സമയത്ത് പ്രാർത്ഥിക്കും. ദൈവമക്കൾ കണ്ണുകളടച്ച് പ്രാർത്ഥിച്ചു. താങ്ക് യു. ആമേൻ. ത്രിയേക ദൈവത്തിന്റെ സാന്നിധ്യം അനുഗ്രഹങ്ങളും നമ്മളോട് കൂടി വരും ദിവസം നടക്കുന്ന ഓരോ സെഷൻ കൂടെയും കർത്താവിന്റെ മടങ്ങി വരെ ഉണ്ടായിരിക്കുമാറാകട്ടെ. നമ്മൾ കരങ്ങൾ ഉയർത്തി ശക്തിയോടെ ശബ്ദം ഉയർത്തി സ്തുതിക്കാം. ദൈവം നിങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ. കാപ്പിയുടെ അറേഞ്ച്മെന്റ് ഗ്രൗണ്ട് ഫ്ലോറിൽ ചെയ്തിട്ടുണ്ട്. വേഗത്തിൽ നിങ്ങൾക്ക് ആമേൻ സ്തോത്രം. കുഞ്ഞുങ്ങൾക്ക് നിങ്ങൾക്കും കാപ്പി ചെയ്യുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഗോഡ് ബ്ലെസ് all of you. Praise the Lord, praise the Lord, praise the Lord. God bless, God bless.